ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുന്നു. അവണ്ണം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന് 5 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇൻ ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം, നമ്മളിലുള്ള ആത്മവിശ്വാസമല്ല, എന്നാൽ ദൈവത്തിലുള്ള കോൺഫിഡൻസ്. വിശ്വാസമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കാര്യം എന്ന് പറയുന്നത്. വിശ്വാസത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. നമുക്കൊന്ന് ചേർന്ന് പറയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിയർ ആണ്. ഫിയർ. പ്രൈസ് ദി ലോർഡ്. എന്ത് നാളെ സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഭയം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തെ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് ചെറിയ വിശ്വാസം, വലിയ വിശ്വാസം, ഇടത്തരം വിശ്വാസം, അങ്ങനെ പല അളവുകളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ബ്ലൈൻഡ് ഫെയ്ത്ത് ഈസ് ദ ഓൺലി കൈൻഡ് ഓഫ് ഫെയ്ത്ത്. Blind faith is the only kind. एक जो अंधा विश्वास होता है वही एक सच्चा विश्वास है. Praise the Lord. ചെറുതും വലുതും ഒന്നുമില്ല. ഈ ദൈവത്തെ ചെറുതിനെ നമുക്ക് വിശ്വാസം വിളിക്കാൻ പറ്റില്ല. छोटा बड़ा कोई विश्वास नहीं होता है, या हम परमेश्वर को छोटे विश्वास से नहीं बुला सकते. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. विश्वास जो होता है वो बिल्कुल बिना देखे वाला वो विश्वास होता है. Praise the Lord. Praise the Lord. അപ്പോൾ ദൈവസന്നിധിയിൽ ഇവിടെ വന്ന് പറയാം, ഞങ്ങൾക്ക് ആ വിശ്വാസത്തെ ഇൻക്രീസ് ചെയ്യണം. इसलिए परमेश्वर की उपस्थिति में आते हुए हम ऐसा कहें, परमेश्वर मेरे उस विश्वास को बढ़ाओ. അപ്പോൾ അവർ യേശുവിനെ വിശ്വാസത്തിൽ വലിയവനായും തങ്ങളെ വിശ്വാസത്തിൽ ചെറിയവനായും അവർ കാണുകയാണ്. तो यहाँ पे हम देख सकते हैं कि वहाँ पे वो अपने आप को छोटा और यीशु मसीह को अपने आप को बड़ा, और यीशु मसीह पे उनका जो विश्वास को छोटा समझते हैं. ആ യേശുവിന്റെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചു പോയൊരു നിമിഷമാണ് നമ്മളിപ്പോൾ വായിച്ചത്. यहाँ पर हम पढ़ सकते हैं कि कैसे जो चेले लोग थे वहाँ पे वो ये देखते हैं कि कैसे वो चाहते हैं कि क्या हमारे अंदर वो यीशु के जैसा विश्वास हो सकता है. അപ്പോൾ അവര് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. लेकिन यहाँ पर हम देख सकते हैं कि वो लोग किस बात में स्ट्रगल कर रहे हैं. वो ये है कि हमें विश्वास है, लेकिन हम नहीं चाहते उस विश्वास में कैसे काम करें. Praise the Lord. Praise the Lord. അവർ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം എന്നല്ല പറയുന്നത്. वो ऐसा नहीं कह रहे हैं कि हमारी बुद्धि बढ़ाओ या ज्ञान. അവരുടെ മെമ്മറി വർദ്ധിപ്പിച്ചു തരണമെന്നല്ല, अपनी बुद्धि को बढ़ाने की बात नहीं कर रहे हैं वहाँ पर. അവരുടെ ഫൈനാൻസോ ഇൻഫ്ലുവൻസോ ഒക്കെ വർദ്ധിപ്പിച്ചു തരണമെന്നല്ല പറയുന്നത്. अपने पैसे के बाद बढ़ाने की बात नहीं कर रहे वहाँ पर. എന്നാൽ അവർ പറയാം, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. लेकिन वो यहाँ पर ये कह रहे हैं कि हमारे विश्वास को बढ़ाओ. സ്തോത്രം. കാരണം അവർ കർത്താവിനോട് കൂടുതൽ അടുത്തപ്പോൾ മനസ്സിലായി, വിശ്വാസം എന്ന് പറയുന്നത് ഇനി മുമ്പോട്ട് വളരെ ആവശ്യമാണ്. यहाँ पर हम देख सकते हैं कि जब वो परमेश्वर के साथ जुड़े तब उन्हें ये एहसास हुआ कि कैसे विश्वासी से वो आगे चल सकते हैं. സ്തോത്രം. കർത്താവുമായി അവർക്ക് പൂർണ്ണമായി ആ ദൈവ സാന്നിധ്യത്തിലോട്ട് വരുവാൻ സാധ്യമാകാതെ അവരുടെ നടുവിൽ നിൽക്കുന്നത് വിശ്വാസത്തിലുള്ള കുറവാണെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്. यहाँ पे वो बड़ी जल्दी समझ लेते हैं कि कैसे वो परमेश्वर की उपस्थिति में नहीं आ पा रहे क्योंकि उनका विश्वास कम था. അപ്പോൾ കർത്താവ് പറയുകയാണ്,
കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. तो परमेश्वर यहाँ पे यीशु मसीह से कहते हैं कि अगर तुम्हारे अंदर राई के दाने के जितना भी विश्वास हो तो അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വർധനവിനെ ചോദിക്കുമ്പോൾ യേശുക്രിസ്തു ഏറ്റവും ചെറിയ ഒരു കാര്യത്തിലോട്ട് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരും. उन्होंने कभी भी ये नहीं सोचा था कि इतनी बड़ी बात जब पूछेंगे तो यीशु मसीह एक छोटी सी चीज से उन्हें दृष्टांत देंगे. അതൊരു മലയോളം വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു വർധനം എന്ന് പറയാൻ പറ്റും. एक पहाड़ का विश्वास होता तो कह सकते हैं हाँ बड़ी विश्वास की बात. അപ്പോൾ മലയോളം വിശ്വാസം എന്ന് പറയാതെ യേശു പറയാ കടുകുമണിയോളം വിശ്വാസം. एक पहाड़ के विश्वास की बात नहीं कर रहे, लेकिन यीशु मसीह यहाँ पे एक छोटे से राई के दाने के बीज के बारे में विश्वास. കടുകുമണി എന്ന് പറയുന്നത് വിത്തുകളിൽ വെച്ചും ഏറ്റവും കമ്പാരിറ്റീവ്ലി ചെറിയൊരു വിത്താണ്. हम यहाँ पे देख सकते हैं कि जो राई का दाना होता है वो बाकी जो छोटे प्लांट्स होते हैं उनसे सबसे छोटा होता है. എന്നാൽ എല്ലാ വിത്തുകളെയും പോലെ അതുപോലെ തന്നെ ശക്തിയുള്ളതാണ് കടുകുമണിയുടെ ആ വിത്ത്. लेकिन हम यहाँ पे ये भी देख सकते हैं कि जो सारे जो पौधे उन सबसे ज्यादा एक शक्तिशाली एक राई का दाना होता है. ഒരു വലിയ വിത്ത് ഒരു വലിയ മണിക്ക് എത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തി കടുകുമണിക്കുമുണ്ട്. जितने एक बड़े पौधे में शक्ति है उतनी ही शक्ति उस राई के दाने. ഒരു ഗോതമ്പ് മണിക്കുള്ള ശക്തി കടുകുമണിക്കുമുണ്ട്. एक आटे के जो दाने में जितनी शक्ति होती है उतनी शक्ति उस राई के दाने में. ആ ശക്തി എന്ന് പറയുന്നത് അതിന്റെ തോല് പൊട്ടിച്ച് വെളിയിൽ വന്ന് രൂപം മാറുവാനുള്ള ശക്തിയാണ്. वो शक्ति किस चीज की उस प्रकार की शक्ति है उसके जो शेल होता है उसको तोड़कर बाहर आने की वो शक्ति होती है. Praise the Lord. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധനവിന് വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു കാര്യത്തിൽ കൊണ്ടുവരികയാണ്. यहाँ पर हम देख सकते हैं कि कैसे चेले अपने विश्वास को बढ़ाने के लिए यीशु मसीह के पास आते हैं, लेकिन यीशु मसीह उन्हें कुछ और चीज के बारे में बताते हैं. ഇവിടെ വലിപ്പമല്ല പ്രധാനം, यहाँ पे जो उसकी बढ़ाई नहीं है उसकी ആ വിശ്വാസം പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. यहाँ पे परमेश्वर ये बताना चाहते हैं कि हम उस विश्वास को प्रयोग. നിങ്ങളൊരു എയർപോർട്ടിൽ ചെല്ലുകയാണെങ്കിൽ एयरपोर्ट में जाते हैं അവിടെ വലിയ വിമാനങ്ങളുണ്ട്. वहाँ पे बड़े जहाज को देखते हैं, വലിയ വിമാനങ്ങൾ, बड़े जहाज. അതിനകത്ത് ഇടത്തരം വിമാനങ്ങളുണ്ട്. वहाँ पे छोटे जहाज भी होते हैं. ചെറു വിമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. जो बिल्कुल छोटे थे वो बिल्कुल छोटे विमान भी हम देख सकते പക്ഷേ ഇതിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കഴിയുമ്പോൾ हैं, लेकिन जब इसके इंजन जब शुरू होता है ഇതെല്ലാം പൊങ്ങുവാൻ കഴിവുള്ളതാണ്. ये सब ऊपर हवा में जाकर उड़ते हैं. Praise the Lord. അപ്പോൾ ഇവരുടെ യേശുവിനെ വലിയ വിമാനമായി ഇവരെ ചെറുതായി കണ്ടപ്പോൾ യേശു പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പകർന്നിരിക്കുന്ന ആ വിശ്വാസം അത് പറക്കുവാൻ ശക്തിയുള്ളതാണ്. यीशु मसीह को हम जहाँ पे देख सकते हैं कि चेले यीशु मसीह को उस बड़े विमान और अपने आप एक छोटे से विमान के रूप में अपने आप को देखते हैं, तब यीशु मसीह कहते हैं कि जिस प्रकार एक विमान होता है हवा में उसी प्रकार तुम्हारा विश्वास भी है. അപ്പോൾ യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കി തരുവാൻ ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. तो यीशु मसीह यहाँ पे उन्हें बताते हैं कि मैं तुम्हें इस बात पे विश्वास के बारे में समझाने के लिए बात करूँगा. അപ്പോൾ യേശു നോക്കിയ സമയത്ത് ഒരു കാട്ടത്തി, ആ കാട്ടത്തി എന്ന് പറയുന്നത് ഒരു മൾബറി ട്രീ എന്നാണ് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നത്. ഒരു കാട്ടത്തി ഇങ്ങനെ ഒരു നല്ല സ്ഥലത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. यीशु मसीह उन्हें बताते हैं कि यीशु मसीह ने एक मलबरी एक पौधा दिखाते हैं कि कैसे वो बड़ी अच्छे रूप में बढ़ रहा होता है. അത് ഫലം കായ്ക്കുന്നുണ്ട്, वो फल लेके आ रहा है, അതിലൊരു കുറവുമില്ല, उसमें कोई कमी नहीं है, നല്ല മണ്ണ് നിൽക്കുക. बिल्कुल अच्छे मिट्टी में वो खड़ा हुआ है. എന്നാൽ വിശ്വാസമുള്ള യേശു അതിന്റെ അടുത്ത് വന്നപ്പോൾ, लेकिन विश्वास से भरा हुआ यीशु जब उसके पास आता है, വിശ്വാസമുള്ള വിശ്വാസി അതിന്റെ അടുത്ത് വന്നപ്പോൾ विश्वासी जो वहां पर आता है അത് അവിടെ നിൽക്കണ്ടെന്ന് അവർ കരുതിയ. वो कहते हैं कि वो यहाँ पे नहीं होना चाहिए. യേശു പറയും ഈ മൾബറി ട്രീ ഇനി അവിടെ നിൽക്കണ്ട. यीशु मसीह कहते हैं ठीक है ये मलबरी ट्री यहाँ. എന്നിട്ട് യേശു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, यीशु मसीह ऐसा कहते हैं വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. कि तुम अगर तुम इस दूध के पेड़ से कहते हो कि जड़ से उखड़ के समुद्र में लगा दो तो वह तुम्हारी मानेगा. അപ്പോൾ നമ്മൾ ചിന്തിച്ചു ഒരു നല്ലതായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു മരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. जरा सोच के देखो बिना किसी कमी के एक पौधा उग रहा होता है. എന്തിന്റെ പ്രശ്നമായി ഇതിന്റെ ലൊക്കേഷൻ മാറി തന്നത്? उसको जो जिस स्थान में वो खड़ा है उसको हटाने से क्या कमी है उसमें. എന്നാൽ യേശു ഇതിനെ കണ്ടപ്പോൾ പറയും ഇതിന്റെ ലൊക്കേഷൻ ഇവിടെ നിന്നാ മതി. लेकिन यीशु मसीह कहते हैं कि ये यहाँ पे नहीं होना चाहिए. ഇത് നിൽക്കേണ്ടത് നഗരത്തിന്റെ നടുവിലല്ല, ये शहर के बीच में नहीं. ഇത് നിൽക്കേണ്ടത് ഏതെങ്കിലും ഫലഭൂഷ്ടമായ ഒരു നദിയുടെ സൈഡിലല്ല. ये किसी बड़ी अच्छी फर्टाइल नदी के पास में नहीं. എന്നാൽ യേശു പറയാണ് ഇത് കടലിൽ പോയി അവിടെ വളർന്നതാണ്. लेकिन यीशु मसीह कहते हैं कि ये समुद्र के बीच में जाकर वहां पे उगना चाहिए. ശ്രദ്ധിക്കണേ, ध्यान से सुनना. ഇത് കടലിൽ പോയി അവിടെ എന്ത് ചെയ്യണം? നടുക. समुद्र में जाकर वहां पे इसको उगाओ. നമ്മൾ വെള്ളത്തിൽ ഒരു മരം ഇട്ടാല് अगर हम पानी में കൊണ്ടുപോകും. किसी पौधे को डालेंगे तो पौधा बह जाएगा. കടലിൽ നമുക്ക് കുഴിയെടുത്ത് തടമിട്ട് അവിടെ ഒന്നിനെയും കിളിർക്കുവാനോ നടുവാനോ സാധിക്കും. समुद्र के बीच में गड्ढा होकर हम कुछ भी उगा नहीं सकते.
കടലിന്റെ അടിത്തട്ട് എന്താന്ന് പോലും ആർക്കും അറിയില്ല. जो समुद्र के बीच नीचे क्या है वो भी हम नहीं जानते. അവിടെ മണ്ണ് ഇളക്കുമ്പോൾ മണ്ണ് അതിന്റെ അത് വന്ന് അത് മൂടി അവിടെ കുഴി എടുക്കാൻ പറ്റില്ല കടലിന്റെ അടിയിൽ. अगर हम गड्ढा खोदने की कोशिश करेंगे समुद्र के बीच में तो कोई कर ही नहीं सकते ऐसा. Praise the Lord. അപ്പോ അസാധ്യമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ അവൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. तो एक बड़ी असंभव चीज है जो यहाँ पर आके खड़ी हो चुकी है. എന്നാൽ യേശു പറയുകയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ. लेकिन यीशु मसीह कहता है अगर तुम्हारे पास विश्वास है तो അവൻ സ്വതന്ത്ര കടലിന്റെ നടുവിലും വേണമെന്നുണ്ടെങ്കിൽ ഈ മൾബറി ട്രീ വളരും. समुद्र के बीच में भी ये पेड़ उग सकता है. Praise the Lord. അപ്പോൾ യേശു പറയുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അവൻ ആ വിശ്വാസത്തെ അവൻ വലിപ്പ വ്യത്യാസം തന്നെ നിങ്ങൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. तो यीशु मसीह यहाँ पे बताते हैं कि असंभव को അസംഭവ്യമായ കാര്യങ്ങൾ അവൻ അത് സംഭവിക്കാൻ വേണ്ടി വിശ്വാസത്തെ നമ്മൾ അതിനനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യണം. तो यीशु मसीह यहाँ पे कहते हैं कि असंभव चीजों को संभव बात में लेकर आने के लिए उस विश्वास के साथ हमें उन चीजों को देखनी चाहिए. ചില സമയത്ത് നമ്മളിങ്ങനെ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കർത്താവ് നമ്മളെ വേരോടെ പഴുത് കടലിൽ കൊണ്ടുതരുന്നത്. कई बार क्या होता है हम बड़ी बिना किसी परेशानी के बड़ी अच्छी रीति से उग रहे होते हैं तब क्या होता है कि परमेश्वर हमें उठा के समुद्र में डाल देते हैं. മനുഷ്യൻ മണ്ടത്തരം എന്ന് പറയും. जो दूसरे लोग हैं कि वो बोलेंगे बेवकूफ है. മനുഷ്യൻ പറയും ആ മരത്തിന്റെ ഭാവി തീർന്നെന്ന്. लोग क्या कहेंगे कि उसका जो भविष्य है. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശു പറയും അതിനെ ഞാനാണ് നട്ടത്. लेकिन यीशु मसीह क्या कहते हैं कि मैंने उसे वहां पर उगाया. അത് ആ കടല് ആ വൃക്ഷത്തെ മുക്കിക്കളയില്ല, ഈ കടലിന്റെ നടുവിൽ അത് വേണേ വളരും. यीशु मसीह क्या कहते हैं कि ये जो समुद्र उस पौधे को नहीं डुबाएगा बल्कि उस समुद्र के बीच में वो पौधा उगेगा. Praise the Lord. നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തന്നെയല്ല അതിന്റെ അടുത്തോട്ട് പോകേണ്ടത്, നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. जब हमारे जीवन में एक परेशानी होती है तो हम अकेले उसमें ना जाए बल्कि विश्वास के साथ उसके बीच में जाए. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഏത് വിഷയത്തെയും വിശ്വാസത്താൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. असंभव कोई भी ऐसी बात जो असंभव है उसे हम विश्वास से हम उससे देख सकते हैं. Praise the Lord. നമ്മുടെ കഥാവിന്റെ സ്വാഗതം ചെയ്യുന്നു. परमेश्वर का धन्यवाद करें. നമ്മുടെ അസാധ്യം ഇന്ന് രാത്രിയിൽ എന്താണ്? हम ऐसी कौन सी चीज है जो हमारे जीवन में असंभव है? നമ്മുടെ വളർച്ചയുള്ള ബന്ധത്തിലുള്ള പ്രശ്നമാണ്. हमारी बढ़ाई में अगर ऐसी कोई चीज है क्या? നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയില്ലെന്നുള്ള പ്രശ്നമാണ്. क्या हम फल नहीं ला पा रहे ये परेशानी है? എന്റെ കർത്താവ് പറയാ ഞാൻ നിന്നെ നട്ടാൽ. लेकिन हमारे परमेश्वर कह रहा है कि अगर मैंने तुम्हें उगाया അവിടെ വെച്ച് ആ നട്ടിടത്ത് വെച്ച് ഞാൻ നിന്നെ കിളിർപ്പിച്ച് നിന്റെ ഫലം ഞാൻ അനുഭവിക്കും. परमेश्वर यहाँ पे कहता है कि अगर मैं जहाँ पर तेरे को उगाऊंगा वहाँ पे तू फल लेकर आएगा. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കടലിൽ നട്ട പോലെ ഇരിക്കുക. आज कईयों के लिए ऐसा होगा कि तुम समुद्र के बीच में उगे हुए हो. ആമേൻ ആമേൻ സ്തോത്രം. വേരോടെ പിഴുതു നടാനാ പറഞ്ഞിട്ടുള്ളത്. और यहाँ पर देख सकते हैं कि जड़ के साथ वो वहाँ पे വേരോടെ പിഴുത് അതിനകത്തോട്ട് നടാനാ പറഞ്ഞത്. जड़ से वो उसके बीच में खड़ा है. ആമേൻ. ഇന്ന് കടലിന്റെ നടുവിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ നടുവിൽ നട്ടവൻ അതിന്റെ വേര് ഉറപ്പിച്ച് ആമേൻ സ്തോത്രം നിന്നിൽ നിന്ന് എങ്ങനെ ഫലം പുറപ്പെടുവിക്കണമെന്ന് ആ ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ये मायने नहीं रखता कि तुम कहाँ पर जाकर यीशु मसीह ने तुम्हें अगर परमेश्वर ने तुम्हें उस समुद्र के बीच में उगाया हुआ है तो तुम्हें जड़ के साथ परमेश्वर ने वहाँ पे रखा है फल लाने के लिए. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് മാറ്റി നടുന്ന വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. മാറ്റി നമ്മളെ നടുവുന്ന വിശ്വാസമാണ്. तो हमारा जो विश्वास क्या होता है वहाँ से निकाल कर एक उखाड़ कर एक जगह पे रखा हुआ विश्वास. സാധ്യതയുടെ ഗ്രൗണ്ടിൽ നിന്ന് അസാധ്യ ഗ്രൗണ്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നടുന്നവരാണ് നമ്മുടെ ദൈവം. हमारा जो परमेश्वर ऐसा परमेश्वर है जिसने हमें जो जहाँ पे विश्वास जहाँ पे संभव बात थी वहाँ से हमें उठाकर असंभव जगह में परमेश्वर ने हमें रखा हुआ है. ഒരു മൾബറി ട്രീ മണ്ണിൽ വളർന്നാൽ മഹത്വം മുഴുവനും മൾബറി ട്രീക്കാണ്. अगर एक मलबरी ट्री अगर मिट्टी में उगेगा तो सारी जो महिमा उसके सारी जो प्रशंसा उस पौधे को ही मिलेगी. എന്നാൽ അത് കടലിൽ വളർന്നാൽ അതിന്റെ മുഴുവൻ മഹത്വവും അതിനെ അവിടെ നട്ടവനുള്ളതാണ്. लेकिन अगर वो मलबरी ट्री अगर वो मलबरी पौधा अगर समुद्र में उगता है तो उसका जो सारी जो प्रशंसा जिसने उसको वहाँ पे उगाया उसी को मिलेगी. അതുകൊണ്ടാണ് പറഞ്ഞ വെള്ളം നിന്നെ കവിഞ്ഞു പോകുകയില്ല. इसलिए ऐसा लिखा हुआ है कि पानी तुम्हें कभी नहीं അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. आग तुम्हें कभी भी जला नहीं सकेगी. നമ്മുടെ കർത്താവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ തീക്കകത്തുകൊണ്ട് നടക്കും. हमारे परमेश्वर हमें आग के बीच में भी लगा सकता है. എന്റെ കർത്താവ് എന്നെ എവിടെ നിശ്ചയിച്ചാലും അവൻ അവിടെ എന്നെ കൊണ്ടു നടക്കും. जहाँ पर परमेश्वर चाहता है वहाँ पे हम परमेश्वर हमें उगा देंगे. നശിപ്പിക്കാനല്ല, नाश करने के लिए नहीं, വളരാൻ വേണ്ടി, लेकिन बढ़ाने के लिए, ഫലം കൊടുക്കുവാൻ, फल लाने के लिए, നല്ലതായി ഫലം കൊടുക്കുവാൻ. अच्छी तरह से फल लाने के लिए. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് എന്റെ കർത്താവ് എന്നെ നട്ടണമെന്ന് പറയണം.
हम ऐसा मन में कहें कि जहाँ पर हम हैं वहाँ पर हमें परमेश्वर പെരുവെള്ളം എന്റെ മീതെ കവിഞ്ഞു പോകയില്ലെന്ന് നമ്മൾ പറയണം. हम ऐसे कहें कि ये जो पानी हमें कभी बहा नहीं लग सकेगी. Praise the Lord. Hallelujah. സ്തോത്രം. Amen. Hallelujah. Praise the Lord. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം ആവശ്യമാണ്. तो यहाँ पर चेलों के बारे में हम देख सकते हैं कि उन्हें विश्वास की बड़ी आवश्यकता അവർക്ക് വിശ്വാസം ആവശ്യമുള്ളത് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ആവശ്യമുള്ള है. കാര്യം. तो हम देख सकते हैं कि उन्हें विश्वास इन बातों के लिए चाहिए. ഇതിന്റെ ഈ വേദഭാഗത്തിന്റെ പുറകോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശു പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് വിശ്വാസം ഇവർക്ക് ആവശ്യമുള്ളത്. और हम यहाँ पर अगर पीछे अगर हम पढ़ेंगे तो हम देख सकते हैं कि कैसे उन्हें उन बातों को समझने के लिए विश्वास की आवश्यकता है. അവർക്ക് വിശ്വാസം ആവശ്യമുള്ള കാര്യമാണ് മുടിയനായ വ്യക്തി, മുടിയനായ പുത്രൻ പിതാവിന്റെ അടുത്ത് വന്നതുപോലെ ഞങ്ങൾക്കും കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. तो हम देख सकते हैं कि कैसे उदाऊ पुत्र अपने पिता के पास उस विश्वास के साथ वापस आ जाता है. इसी प्रकार वो चेले चाहते हैं कि हमारे अंदर भी एक ऐसा विश्वास हो. അത്യല്പത്തിൽ വിശ്വസ്തനാകുവാൻ, അധികത്തിലും വിശ്വസ്തനാകുവാൻ ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. तो वो वहाँ पर To be faithful, we need faith. तो विश्वास योग्य होने के लिए हमें विश्वास की आवश्यकता है. വിശ്വാസമാണ് നമ്മളെ വിശ്വസ്തനാക്കുന്നത്. विश्वास की वजह से ही हम विश्वास योग्य बन सकते हैं. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിനെ പരീക്ഷന്മാർ പരിഹസിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇവര് പറയുന്നത് യേശു ക്രിസ്തു പരിഹാസങ്ങളുടെ നടുവിൽ നിന്നതുപോലെ ഞങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. अगर हम इसके पहले पढ़े तो हम देख सकते हैं कैसे यीशु मसीह की वहाँ पे परीक्षा होती है. तो हम यहाँ पे तो चेले ये चाहते हैं कि कैसे उस विश्वास के साथ हम खड़े रह सकते हैं. മരണശേഷം അബ്രഹാമിന്റെ ആമേൻ മടിയിൽ ആമേൻ സ്തോത്രം യഹൂദന്മാരുടെ വിശ്വാസം വെച്ച് നമ്മളുടെ വിശ്വാസം വെച്ച് ദൈവസന്നിധി നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. जिस प्रकार हम देख सकते हैं कि अब्राहम के गोद में अगर हमें जाना है तो उस विश्वास की आवश्यकता है. ഇടർച്ച വരുത്താതിരിക്കുവാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ना गिरने के लिए हमें विश्वास की आवश्यकता है. ക്ഷമിക്കുവാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. हमें दूसरों को माफ करने के लिए विश्वास की आवश्यकता है. വചനം മനസ്സിലാക്കുവാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. वचन को समझने के लिए विश्वास की जरूरत है. സ്തോത്രം. മറ്റ് വിഷയങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ നമുക്ക് ഓർമ്മശക്തി മതി. दूसरे विषयों को पढ़ने के लिए याद करने के लिए हमें बस दिमाग की जरूरत എന്നാൽ है. യേശുവിന്റെ കാര്യം പഠിക്കുവാൻ നമുക്ക് വിശ്വാസം വേണം. लेकिन यीशु की बातों को समझने के लिए हमें विश्वास की Praise the Lord. Praise the Lord. Hallelujah. വചനത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ये विश्वास हमारे अंदर पड़े. ഇന്ന് നിന്റെ ആവശ്യം എന്താണെന്നറിയോ? പണമല്ല. आज तुम्हारी आवश्यकता पैसे की ഇന്ന് जरूरत നിന്റെ ആവശ്യം മെമ്മറിയല്ല. है, बुद्धि की आवश्यकता नहीं. ഇന്ന് നിന്റെ ആവശ്യം ഈ ഭൂമിയിലുള്ള ഒന്നുമല്ല. നിന്റെ ആവശ്യം എന്ന് പറയുന്ന വിശ്വാസമാണ്. आज की जो तुम्हारी आवश्यकता है, तुम्हारी जरूरत है, वो है विश्वास. Praise the Lord. Praise the Lord. അവൻ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ കാര്യങ്ങളെ അപ്പാടെ അംഗീകരിക്കുവാനുള്ള വിശ്വാസം. मेरा परमेश्वर ये जो सब चीजें मेरे लिए कर रहा है, उस चीज को ग्रहण करने का जो എന്റെ विश्वास. പേര് ഒരിടത്ത് നിന്ന് പറിക്കുന്ന സമയത്ത് അവൻ എന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ആ ബെറിയെ ആ ട്രീയെ പറിച്ചതിന് ശേഷം ആ ട്രീയുമായി അവൻ സ്വതന്ത്രനെ നടുവാൻ പോകുന്ന വ്യക്തി പോകുന്ന ആ നിമിഷം मैं सोच रहा था कि उस पौधे को उस मिट्टी में से उखाड़ के समुद्र में जब लेके जा रहा था, वो जो समय ആ അവൻ സ്തോത്രം ആ മരത്തിനറിയില്ല, ചെടിക്കറിയില്ല ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. वो पौधा नहीं जानता कि वो उसे कहाँ लेके जा रहा है. അത് വിചാരിച്ചു ഒരുപക്ഷെ നല്ലൊരു സ്ഥലത്തോട്ടാ हो കൊണ്ടുപോകുന്നത്. सकता है वो ऐसे सोच रहा है कि क्या तो मुझे एक अच्छी जगह में लेके जा रहा है. എന്നാൽ അങ്ങോട്ട് നടക്കുവാൻ തുടങ്ങിയ സമയത്ത് വെള്ളത്തിന്റെയൊക്കെ ശബ്ദം കേൾക്കും. लेकिन जब उसको उस पौधे को लेकर जा रहा है, പിന്നെ उसने आवाज सुना पानी. ആഴങ്ങളിൽ വേര് തട്ടുന്നത് കാണുന്നു. उसने देखा कि वैसे पानी के नजदीक जा रहा है. പിന്നെ മനസ്സിലാകിയ ദൈവം കൊണ്ടുവന്നിട്ട് നടുന്നത് ഞാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ ഒന്നുമല്ല, ആഴങ്ങളിൽ എന്റെ കർത്താവ് എന്നെ കൊണ്ടുവന്ന് നടുകയാണ്. और फिर उस पौधे को ये एहसास हुआ, मैं जहाँ पर मैं जा रहा हूँ, मैं मेरे कोई सोच की वो जगह नहीं है, लेकिन परमेश्वर की वो जगह है. ആ ദൈവപ്രവൃത്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. अगर परमेश्वर के उस काम को समझना है तो उस विश्वास की आवश्यकता है. അത് ഏത് വിശ്വാസമാണ് നമുക്ക് വേണ്ടത്? ഇതിനെ വളർത്തണമെന്നാണ് ഇവർ പറയുന്നത്. यहाँ पर हम देख सकते हैं कि इस विश्वास को बढ़ाने के ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വളർത്തണം. ഞങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. Praise the Lord. हमारे विश्वास को क्या करना है, उसको बढ़ाना है. അപ്പോൾ യേശു കൊണ്ടുവന്ന് ഇവരുടെ മേൽ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് യേശു പോർ ചെയ്യുകയല്ല ചെയ്യുന്നത്. तो यहाँ पर यीशु मसीह उनके ऊपर वो विश्वास को उस बढ़ोतरी को नहीं डाल रहा. ശിഷ്യന്മാരെല്ലാവരും കൂടി വന്നത്. അപ്പോൾ പത്രോസിന് ഒരു 2 കിലോഗ്രാം ഓഫ് ഫെയ്ത്ത്, അമേൻ സ്തോത്രം, അങ്ങനെ ഓരോരുത്തർക്കും അമേൻ ഒരു 15 കിലോ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ ത്രാസിൽ നിർത്തിയതിനു ശേഷം യേശു ക്രിസ്തുവിന്റെ ക്വാണ്ടിറ്റിയുമായി മാച്ച് ചെയ്തില്ല ഇവിടെ യേശു. तो यहाँ पर हम ऐसा नहीं हो रहा है कि यीशु मसीह पतरस को 2 किलो विश्वास या दूसरे चेलों को इतना विश्वास नहीं दे रहे. यीशु मसीह
അവിടെ യേശു പറയുന്നത് ഇതാണ്, നിങ്ങൾ വിശ്വാസത്തിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വിശ്വാസം കൊണ്ട് എന്ത് നേടാൻ പോകുന്നതിനെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. यहाँ पर यीशु मसीह उन्हें चेलों को बता रहे हैं कि तुम इस विश्वास से क्या पा सकते हो, उस पर मत ध्यान लगाओ, लेकिन यीशु मसीह पर तुम अपना पूरा ध्यान लगाओ. ഇന്ന് നിങ്ങളുടെ ആ ചെറിയ ക്വാണ്ടിറ്റിയിലെ അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണമെന്ന് കർത്താവ് പറയുന്നു. परमेश्वर कहते हैं कि आज तुम्हारे पास वो जो छोटी सी एक चीज होगी, उसके बारे में तुम विषय में तुम चिंतित मत हो. നിങ്ങളുടെ ചുറ്റിനും പ്രാർത്ഥിക്കുന്നവരുടെ അത്രയും വിശ്വാസം എനിക്കില്ലയോ ഇല്ലല്ലോ എന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. इस विषय में तुम परेशान ना हो कि जो लोग मेरे साथ में वो लोग उनके जितना प्रार्थना करने का विश्वास मुझमें नहीं है. നമ്മൾ കുറച്ചുപേരെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വിശ്വാസം കൂടിയവരെന്നൊക്കെ കുറഞ്ഞവരെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. क्या होता है कि हम कुछ लोगों को इस रीति में कैटेगराइज करते हैं कि इसके बाद इतना विश्वास है, इसके पास इतना विश्वास है. എന്നാൽ യേശു ക്രിസ്തു പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ വിശ്വാസം കൂടുതലുള്ള ഒരുവന്റെ എന്ന് വായിക്കാനല്ല യേശു പറയുന്നത്. लेकिन अगर ऐसा होता तो यीशु मसीह कहता है कि चलो उसके पास से ले लो इतना विश्वास. യേശു അവരോട് പറയുന്നത് നിന്റെ ആ കൊച്ചു പ്ലെയിൻ എനിക്ക് തന്നാൽ മതി. यीशु मसीह कहते हैं वो जो छोटा सा जो विश्वास है वो दे दो मुझे. നിന്റെ കൊച്ചു പട്ടം എന്നെ കാണിച്ചാൽ മതി, അതിനെ ഞാൻ പറപ്പിച്ചു തരാം. यीशु मसीह कहते हैं तुम्हारा जो छोटा सा जो विमान है वो मुझे दो, मैं उसको उड़ा के दिखाऊंगा. നമ്മുടെ ആ ചെറിയ കാര്യം കൊണ്ടുവന്ന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ചാൽ മതി. അതിന്റെ ക്വാണ്ടിറ്റി അല്ല, എന്നാൽ നിനക്ക് അത് ഉണ്ടോ, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. हो सकता है कि तुम्हारे पास वो छोटी सी चीज होगी, उसकी क्वांटिटी नहीं, लेकिन परमेश्वर तुम्हें उसको इस्तेमाल करना सिखाएगा. ഒരു വലിയ പ്ലെയിൻ നിനക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? हो सकता है कि अगर तुम्हारे पास बड़ा सा विमान हो, जहाज हो, अगर तुम्हें उसे चलाना ही नहीं आता तो उसका क्या प्रयोग? വളരെ വലിയ വിശ്വാസമോ പ്രശ്നം മുമ്പിൽ വരുന്ന സമയത്ത് നീ പേടിച്ചാൽ നിന്റെ വിശ്വാസം കൊണ്ട് പ്രയോജനമുണ്ടോ? बहुत बड़ा विश्वास है तुम्हारे अंदर, एक छोटी सी बात में अगर तुम डर जाते हो. അപ്പോൾ യേശു പറയുന്നത് വലിപ്പമല്ല ഇവിടുത്തെ പ്രശ്നം, അതിന്റെ കൃത്യസമയത്ത് आज्ञा देना चाहिए कि निकल जाए यहाँ से, दूर हो जाए यहाँ से. See, we need to command to our problems to be uprooted in the name of Jesus. और हमें उस विश्वास के साथ हमें अपनी परेशानियों को आज्ञा देनी चाहिए कि वहाँ से उखड़ जाओ. ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ആവശ്യം വിശ്വാസമല്ല, നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ കയ്യിലുള്ള വിശ്വാസത്തെ പ്രയോഗിക്കുവാൻ ഉള്ള ദൈവശക്തി ആവശ്യം. फिर से मैं ये बताना चाहता हूँ कि तुम्हारे विश्वास नहीं मायने रखता, बल्कि उस विश्वास का इस्तेमाल कैसे करें ये मायने रखता है. അത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. പ്രൈസ് अगर तुम उसका इस्तेमाल करना चाहते हो तो तुम्हें उसे कहना होगा. ഒരു വാളായിരുന്നെ നമുക്ക് വെട്ടാമായിരുന്നു, अगर एक तलवार होगा तो हम उसे काटेंगे. ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഓടിക്കാമായിരുന്നു. अगर हमारे पास एक गाड़ी है तो हम उसे चलाएंगे. എന്നാൽ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. लेकिन अगर विश्वास का इस्तेमाल करना है तो हमें उसे कहने की जरूरत है. നമ്മൾ നമ്മുടെ നാവ് തുറന്ന് നമ്മൾ കമാൻഡ് ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. हमें अपने मुंह को खोलकर उसे आज्ञा देना सीखना चाहिए. എത്ര പ്രാവശ്യം പറയണം? कितनी बार हमें कहना, ആവർത്തിച്ച് പറയണം. बार कहने की आवश्यकता ആ है. മരം അവിടുന്ന് പറഞ്ഞു പോകുന്ന സമയം വരെ പറയണം. जब तक वो पौधा वहां से उखड़ नहीं जाता तब तक हमें कहना ആ चाहिए. മല അവിടുന്ന് നീങ്ങുന്നിടം വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആ പറയുന്ന സമയത്ത് നാം പോലും അറിയാതെ വിശ്വാസം ആമേൻ അത് ഓപ്പറേറ്റ് ചെയ്തു, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. जब तक वो पहाड़ वहां से उखड़ नहीं जाता तब तक हमें कहना चाहिए, और उस समय वो विश्वास वो काम करेगा. അപ്പോൾ കർത്താവ് പറയാണ് ഉള്ളത് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ആദ്യം പഠിക്കണം. तो परमेश्वर क्या कहता है, जितना तुम्हारे पास है उससे उसका इस्तेमाल करे तुम. അത് ചെറിയതാണെങ്കിൽ പോലും അതിനെ എക്സസൈസ് ചെയ്യുവാൻ നിങ്ങൾ പഠിക്കണം. वो छोटी सी एक चीज भी होगी लेकिन उसका इस्तेमाल करना सीखना. നമ്മൾ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ പോലും വിശ്വാസത്തെ നമ്മൾ നാവ് കൊണ്ട് പറയണം. एक छोटी सी अगर परेशानी भी हो तो उसके आगे उस विश्वास को मुंह से बोले. ആമേൻ, സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് വിരോധമായി ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ യേശുവിന്റെ നാമത്തിൽ ആ പേപ്പറിനോട് പറയണം, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ അപ്രൂട്ടഡ് ആകുവാൻ. अगर तुम एक कागज को देखते जो तुम्हारे खिलाफ है तो उसे देख के यीशु मसीह के नाम से आज्ञा दे कि मेरे जीवन से उखड़ जा. ഒരു ട്രാഫിക്കിന്റെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെ കയ്യിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ പറയണം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് മാറിപ്പോകുവാൻ. अगर कोई ट्रैफिक का टिकट तुम्हारे आगे तुम्हें मिलता है तो यीशु मसीह के नाम से आज्ञा दे कि वो उखड़ जाए. കർത്താവ് ആഗ്രഹിക്കുന്ന നിന്റെ വിശ്വാസത്തിന്റെ ഖനമല്ല, നീ അത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. परमेश्वर यहाँ पे यीशु मसीह ये चाहते हैं कि तुम उससे आज्ञा दो, उसे कहे उस विश्वास. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസമെല്ലാം ഇങ്ങനെ ശേഖരിച്ചു വെച്ചുകൊണ്ട് ശിഷ്യന്മാരെ സാധ്യമാവുകയില്ല. ആമേൻ, സ്തോത്രം. യേശു പറയുന്നത് വിശ്വാസത്തിന്റെ കളക്ഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്, വിശ്വാസത്തെ യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. तो यीशु मसीह अपने चेलों से ये बता रहे हैं कि उस विश्वास को अपने अंदर ही ना रखो बल्कि उसका इस्तेमाल. നമ്മൾ ചൊവ്വാഴ്ച വന്ന് 2 ലിറ്റർ വിശ്വാസം എടുത്തു. हम ചൊവ്വാഴ്ച ട്യൂസ്ഡേ
we drew some faith on Tuesday. हमने मंगलवार को कुछ विश्वास हमने पाया. വെള്ളിയാഴ്ച ഒരു 10 ലിറ്റർ വിശ്വാസം നമ്മൾ ഡ്രോ ചെയ്തു. शुक्रवार को एक 10 लीटर विश्वास हमने लिया. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 15 ലിറ്റർ വിശ്വാസം കൂടെ നമുക്ക് കിട്ടി. आज यहाँ से निकलते समय एक 15 लीटर विश्वास हमें मिला. അപ്പോൾ നമ്മൾ വിശ്വാസങ്ങളെ ഇങ്ങനെ വിശ്വാസത്തെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. तो हम क्या कर रहे हैं, एक विश्वास അത് നമ്മുടെ ഹോബിയാക്കി വെച്ചേക്കുക. हम उसको बस अपने अंदर इकट्ठा कर रहे हैं. ഇവിടെ ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വാസം ഇങ്ങ് തന്നേക്ക്, അതിനെ ഞങ്ങൾ കുറച്ച് സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ വിശ്വാസികളാകട്ടെ. और यीशु में यहाँ पे चेले यीशु मसीह से कहते हैं ये जो विश्वास हमें और दो ताकि हम उसे अपने अंदर संभाल के रखें. വിശ്വാസം കളക്ട് ചെയ്യുന്നവനല്ല വിശ്വാസി, വിശ്വാസത്തെ പറയുന്നവനാണ്, വിശ്വാസം യൂസ് ചെയ്യുന്നവനാണ് വിശ്വാസി. विश्वास को कलेक्ट करने वाला नहीं होता विश्वासी, बल्कि उसका इस्तेमाल करने वाला होता है एक विश्वास. പ്രാർത്ഥനകളിൽ വരുമ്പോൾ വിശ്വാസം കളക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതുകൊണ്ടായില്ല, നമ്മൾ അതിനെ യൂസ് ചെയ്യണം. प्रार्थना के समय आते समय हम उस विश्वास को ले सकते हैं, लेकिन हमें उसका इस्तेमाल करना है. Praise the Lord. Praise the Lord. You use it or you lose it. तुम उसका इस्तेमाल करो या उसको खो जाओगे. അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. अगर तुम उसका इस्तेमाल नहीं करोगे तो कुछ कोई प्रयोग नहीं होगा उसका. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിലുള്ള വർധനവല്ല, ആ ചെറുത് വെച്ച് നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക, ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ പഠിക്കുക. यीशु मसीह फिर से यहाँ पे कहते हैं कि वो छोटा सा विश्वास नहीं मायने रखता, लेकिन उसका इस्तेमाल ആ വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിക്കുക. उसी विश्वास से प्रार्थना करना सीखें. ആ വിശ്വാസം വെച്ചുകൊണ്ട് മടങ്ങി വരുവാൻ ശ്രമിക്കുക. उस विश्वास से वापस आए. ആ വിശ്വാസം വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ നീ ശ്രമിക്കുക. उसी एक विश्वास से दूसरों के लिए एक आशीष का कारण बने. ആ വിശ്വാസം വെച്ചുകൊണ്ട് ക്ഷമിക്കുവാൻ പഠിക്കുക. उस विश्वास से माफ करना सीखे. മറ്റുള്ളവരോട് എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തെ? हम दूसरों को क्यों नहीं माफ कर पाते? നമുക്ക് ക്ഷമയില്ലാത്തോണ്ടല്ല, ऐसा नहीं है कि हमारे अंदर वो क्षमा की വിശ്വാസം ഇല്ലാത്തോണ്ടാ. क्योंकि विश्वास नहीं है. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കും. अगर हमारे अंदर विश्वास है तो हम പ്രൈസ് ദ क्षमा ലോർഡ്. करेंगे. ഇന്ന് നമ്മുടെ ആവശ്യം എന്നാണെന്നറിയാവോ? നമ്മുടെ ആവശ്യം എന്ന് പറയുന്ന വിശ്വാസമാണ്. आज हमें विश्वास की आवश्यकता है. यहाँ पर വിശ്വാസമാണ് എന്നുള്ളതിനേക്കാൾ ഉപരി വിശ്വാസത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. उस विश्वास होने से ज्यादा उस विश्वास का इस्तेमाल करना सीखे हम यहाँ पर आज. ആമേൻ, സ്തോത്രം. നമ്മൾ are we using the right engine എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. क्या हम सही इंजन का प्रयोग कर रहे हैं, ये आज का विषय. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓണായി കിടക്കുന്ന എഞ്ചിൻ വിശ്വാസത്തിന്റെ എഞ്ചിൻ ആണോ? आज हमारे जीवन में ये जो इंजन है, ये जो ओन है, ये क्या विश्वास का इंजन है? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആ ശക്തി വിശ്വാസത്തിന്റെ ശക്തിയാണോ? हमारे जीवन में की जो शक्ति है, क्या वो विश्वास की शक्ति है? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പലപ്പോഴും ഏറ്റവും അവസാനം വരുന്നത്, നമ്മളതിനെ ഉപയോഗിക്കാറില്ല. കർത്താവ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഈ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള വിശ്വാസം നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. लेकिन क्या होता है कि हम उसका उपयोग नहीं करते, लेकिन यीशु मसीह यहाँ पे बताते हैं कि जितना विश्वास है उसका इस्तेमाल करें. അപ്പോൾ യേശുവിന്റെ മുമ്പിൽ വന്ന ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരണം. तो यहाँ पर चेले यीशु मसीह से इस सवाल पूछते हैं, हमारे विश्वास को बढ़ाओ. അപ്പോൾ യേശു പറയാണ്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ള വിശ്വാസത്തെ നിങ്ങൾ യൂസ് ചെയ്യണം. तो यीशु मसीह यहाँ पे अपने चेलों को बोलते हैं कि उस विश्वास को बढ़ाने के लिए उसका इस्तेमाल करें. പ്രതികൂലം വരുന്ന സമയത്ത് അതിനെ യൂസ് ചെയ്യണം. परेशानियों के समय में उसका इस्तेमाल करें. അതിനെ യൂസ് ചെയ്യുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അതിനെ നമ്മുടെ നാവ് കൊണ്ട് പറയുക എന്നുള്ളതാണ്. उसका इस्तेमाल करने का एक ही तरीका है, अपने मुंह से कहे. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നമ്മൾ കൽപ്പിക്കുകയാണ് വിഷയങ്ങളോട്. यीशु मसीह के नाम से हमें उसे आज्ञा दे. ये ആ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ആ വിശ്വാസം ആക്ടിവേറ്റഡ് वो ആകുകയാണ്. आज्ञा जब बाहर आएगी उस विश्वास का प्रयोग होगा. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത്ഭുതങ്ങൾ സംഭവിക്കും. चमत्कार होंगे. പുതിയ വേരുകൾ നിനക്കുണ്ടാകും. नए नए रास्ते तुम्हारे लिए പുതിയ खुलेंगे. ശിഖരങ്ങൾ നിനക്കുണ്ടാകും. नए नए जगहों में परमेश्वर പുതിയ लेके जाएगा. ഫലങ്ങൾ നീ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. नए नए फलों को तुम लेके आओगे. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികളെ, നമ്മുടെ നാവ് തുറന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം. विश्वासियों अपना मुंह को खोलकर उस विश्वास की बातों को कहे. പ്രൈസ് ദി ലോർഡ്. രണ്ട് Praise the Lord. കുഞ്ഞുങ്ങൾ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. मान लो ये दो बच्चे यहाँ पर बात कर रहे हैं. അവരുടെ സംഭാഷണത്തിൽ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. हो सकता है हम उनकी बातचीत को अगर ध्यान से सुने. നോഹ ആമേൻ നെയ്ത്തനോട് സംസാരിക്കുകയാണ്. मान लो नोआ नेथन से बात कर रहा है. ആ സംസാരം ഇങ്ങനെയാണ്, എന്റെ പപ്പ ഇന്ന കാര്യം എനിക്ക് വേണ്ടി വാങ്ങിച്ചു തരും. वो बात ये बात कर रहे हैं कि मेरा जो पिता मेरे लिए ये चीज खरीद അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണം लेकिन इनके बीच में बड़ी रहस्यमय बातें हो रही है. നോഹയുടെ പിതാവായ ഞാൻ കേൾക്കുന്നു. और मैं नोह का पिता होते हुए मैं उसको सुन रहा हूँ. അത് പിന്നെ എന്റെ ഭാരവാ. अब वो मेरा सिर दर्द हो गया. എന്റെ ആമേൻ സ്തോത്രം, എന്റെ ആമേൻ ഉത്തരവാദിത്വ. അത് എന്റെ ആ കാരണം എന്ന് വെച്ചാൽ നോഹ അവന്റെ ടോയുള്ള ബന്ധത്തിൽ അവന്റെ കോൺഫിഡൻസ് എന്റെ മേലിട്ടിരിക്കുകയാണ്. तो हम यहाँ पे देख सकते हैं कि नोआ ने क्या किया.
जो उस खिलौने के प्रति का जो विश्वास उसने मेरे ऊपर डाल दिया। അവർ ഈ സംഭാഷണം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. वो इन बातचीत करने के बाद वो घर चला ഇനി गया। ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും എൻ്റെ ശക്തിയെ ആമേ സ്തോത്രം ഹല്ലേലൂയ അവൻ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നെ അവൻ്റെ പപ്പായുടെ ശക്തിയിൽ വിശ്വസിച്ച നോഹയെ അവൻ ഏത് കാര്യത്തിൽ വിശ്വസിച്ചോ അത് നൽകി ആദരിക്കുക എന്നുള്ളതാണ്. और अब जब मैं घर वापस आता तो ये मेरा सिरदर्द है कि मैं जो नोआ ने जो नेथन से बात किया कि उस जो विश्वास रखा मेरे ऊपर उसे मैं पूरा करके दूं। ഇത് തന്നെയാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. यही एक विश्वासी के जीवन में भी നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുകയാണ്. हम दोनों बात कर रहे हैं। ബ്ലെസ്സൻ എന്നോട് സംസാരിക്കുന്നു, എൻ്റെ ദൈവം ഈ കാര്യം എനിക്ക് നടത്തി തരും. मेरा परमेश्वर मेरे लिए ये बात करके അപ്പൊ ബ്ലെസ്സൻ എന്നോടല്ല സംസാരിക്കുന്നത്, ब्लेसन मेरे से नहीं बात कर रहा। ദൈവഭക്തന്മാരുടെ സംസാരം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. परमेश्वर के भक्तों की बातचीत सुनने वाला एक परमेश्वर है। പിന്നെ ബ്ലെസ്സന്റെ വിഷമം ദൈവത്തിന്റെ ഉത്തരവാദിത്വമാവുകയാണ്. तो क्या होता है कि ब्लेसन की जो परेशानी है वो परमेश्वर के हाथ में होती है। സ്തോത്രം. ആമേൻ. നിനക്ക് എന്ത് വേണമോ അത് ഇന്ന് നിന്റെ ആമേൻ കൂട്ടുവിശ്വാസിയോട് പറ, എന്റെ ദൈവം ഇത് എനിക്ക് ചെയ്തു തരാൻ പോവുകയാണ്. तो अपने साथ वाले से कहे कि तुम्हें किस चीज की आवश्यकता है, तुम कहे कि मेरा परमेश्वर मेरे लिए करके देगा। എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ പോവുകയാണ്. परमेश्वर मेरे लिए एक रास्ता खोलने जा रहा है। അത് നമ്മൾ പറയണം. हमें उसे कहने की आवश्यकता है। അത് നമ്മൾ പറയുന്ന സമയത്ത് ഇതാരാ കേൾക്കുന്നതെന്ന് അറിയാവോ? കേൾക്കുന്ന വ്യക്തി ഒരു പക്ഷേ പറഞ്ഞേക്കൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. जब हम इसे कहते हैं हो सकता है कि जो सुन रहे हैं उसको वो सोचेगा ये काम नहीं करेगा। പക്ഷെ നീ അത് പേടിക്കേണ്ട ആവശ്യമില്ല. तो उसमें उस विषय में डरने की आवश्यकता കേൾക്കേണ്ടവൻ അത് കേൾക്കുന്നുണ്ട്. जो जिसको सुनना है वो सुनेगा। എന്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ അത് കേട്ടു. जो स्वर्गीय पिता उस बात को सुनेगा। സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനോടല്ല നമ്മൾ ഇവിടെ സംസർഗം കൂടുന്നത്, നമ്മളുടെ സംഭാഷണങ്ങളുടെ നടുവിലും നമ്മുടെ ദൈവം അതിനകത്തെ ആമേൻ സ്തോത്രം ഗസ്റ്റ് ആണ്. इसलिए हमारी बातचीत एक मनुष्य के साथ नहीं बल्कि जो परमेश्वर है हम हमारे बीच में उन बातों को सुनने के लिए। So we need to put our confidence in God. इसलिए अपना जो साहस परमेश्वर पर लगाओ। And that happens only while you speak about his goodness. और वो तभी होगा जब तुम उसकी भलाई के बारे में कहोगे। അവൻ എത്ര മഹാൻ എന്ന് നമ്മൾ അവനെ ചൊല്ലി സ്തുതിക്കണം. वो कितना महान है हमें ऐसा कहना चाहिए। Praise the Lord. Praise the Lord. ഇന്ന് നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ ഇന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞേച്ചേ പോവുള്ളൂ. अगर तुम्हारी कोई भी परेशानी है अगर तुम उसके उपस्थिति में അത് कहोगे। നിന്റെ വിശ്വാസത്തിന്റെ അളവ് ഇന്ന് കർത്താവ് നോക്കുന്നില്ല, നീ ഉള്ളത് വെച്ച് നീ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. आज तुम्हारे विश्वास की क्वांटिटी को परमेश्वर नहीं देख रहा लेकिन तुम्हारे उस विश्वास को कैसे इस्तेमाल कर रहे हैं वो देख रहा है परमेश्वर। Praise the Lord. Praise the Lord. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പോലെ തന്നെയാ വിശ്വാസം. सारे म्यूजिकल इंस्ट्रूमेंट्स के जैसा ही एक അതിനെ विश्वास। മൂടി പുതപ്പിച്ച് നമ്മൾ വെച്ചാൽ കുറച്ച് കഴിയുന്ന സമയത്ത് അതിന്റെ ട്യൂൺ നഷ്ടപ്പെടും. क्या होगा कि अगर हम जो म्यूजिकल इंस्ट्रूमेंट्स अगर हम उन्हें ढक के रखेंगे तो खराब हो जाएंगे। അതിന് വിള്ളലുണ്ടാകും, അതിന്റെ ഡ്രൈനെസ് അതിനുണ്ടാകും, അത് വിണ്ടുകീറുവാൻ തുടങ്ങും, അതിന് ഉപയോഗമില്ലാതായി തീരും. उसमें जंग लग जाएगा, वो खराब हो जाएगा, उसको उपयोग ही नहीं कर पाएंगे हम। എന്നാൽ അത് എല്ലാ ആഴ്ചയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗമുണ്ടാകും, അത് എന്നും നാളുകളായി അത് നിലനിൽക്കുന്ന കാര്യമായി തീരും. लेकिन हम अगर उसका इस्तेमाल दिन भर करेंगे तो वो दिनों दिन वो रहेगा, टिका रहेगा। അത് അങ്ങനെ തന്നെയാണ് വിശ്വാസവും. इसी प्रकार വിശ്വാസത്തിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കണം, विश्वास में हमें गाने की വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കണം. विश्वास को बोलने की जरूरत है। Praise the Lord. Praise the Lord. യേശു വീണ്ടും അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒന്നാമതായി നിനക്ക് വിശ്വാസമുണ്ട്, ഉള്ളത് നീ ഉപയോഗിക്കാതെയും. यीशु मसीह फिर से उनके ध्यान को लेकर आना चाहते हैं कि जितना विश्वास है उसका इस्तेमाल करें। അതിനുശേഷം യേശു ഒരു ഉപമ പറയുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ ആ കൾച്ചറിൽ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഒരു വ്യക്തി, ഒരു സാധാരണ യഹൂദൻ, ആ യഹൂദന്റെ വയലിൽ ഉഴുതുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരടിമയുണ്ട്. അവൻ രാവിലെ പോയി ജോലി ചെയ്തതിന് ശേഷം വൈകിട്ട് അവൻ ക്ഷീണിച്ചവന് വീട്ടിൽ വന്നതിന് ശേഷം അവൻ ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അവൻ പോയി കുളിച്ച് സ്തോത്രം അവൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ ചെയ്യുന്നതിന് ചോദിച്ചാൽ വന്ന ഉടനെ അവൻ്റെ സാധനങ്ങളെല്ലാം താഴെ വെച്ച് ഇവൻ്റെ മാസ്റ്ററിന് വേണ്ടി അവൻ അത്താഴം ഒരുക്കും. यहाँ पर हम देख सकते कि यहूदियों के समय में उनके स्लेव्स हुआ करते थे, उनके बंदी हुआ करते थे, तो वो क्या करते थे, पूरा दिन जाकर खेत में काम कर वापस आते थे, और जब शाम को वापस आते थे वो अपना कोई काम नहीं करते थे बल्कि नहा धो के उस मालिक के पास आकर उसके लिए खाना बनाते थे। അപ്പോൾ ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുള്ളത്, ആമേ സ്തോത്രം, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എന്നെ ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? 8th verse number 8. Firstly,
most of all you come and serve me and then you go and eat your food. और यहाँ पर हम देख सकते हैं कि वो मालिक कैसे कहता है, सबसे पहले आकर मेरे लिए खाना बनाओ और फिर जाकर तुम अपना काम करो. So the first thing a servant should do even in the field or in the house is serve. तो उस नौकर की उस पहली जो चीज वो उस नौकर के करने की जरूरत है वो है उस मालिक की सेवा करे. ശുശ്രൂഷ ചെയ്യുന്നവന്റെ ജീവിതത്തിന്റെ അവസാനം അവൻ രാത്രിയിൽ കഷ്ടപ്പെട്ട് വരുമ്പോഴും അവന്റെ ജോലി എന്ന് പറയുന്നത് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. और वो जो सेवक होता है पूरा दिन वो बिल्कुल थका हुआ होता होगा, लेकिन जब वो वापस आता है उसका एक ही काम है, वो है अपने मालिक की सेवा करना. Praise the Lord. അവൻ അരകെട്ടി സെർവ് ചെയ്യുക वो ചെയ്യുന്നത്. अपने कमर को बांधकर उस मालिक की सेवा അപ്പോൾ करता है. യേശു ക്രിസ്തു ആമേ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. तो ये विश्वास के बारे में जब बातचीत होती है तब यीशु मसीह सेवा के बारे में उन्हें बात करता है. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ യേശു സെർവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. यीशु जब अपने विश्वास को बढ़ाने की बात चेले करते हैं तो यीशु मसीह उन्हें सेवा करने की बातें सिखाते हैं. അപ്പോൾ ഒരാളെ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? तो एक दूसरे व्यक्ति की सेवा करना उसका अर्थ क्या है? If I serve this brother Blessing, अगर मैं इस ब्रदर ब्लेसिंग की सेवा करूंगा I am making him valuable. तो मैं उसे कीमती बना रहा हूँ, I am making him happy. मैं उसे खुश रख रहा हूँ. ഞാൻ ആമേൻ സ്തോത്രം എന്നെക്കാളും വലിയവനാണ് ബ്ലെസൻ എന്ന് ഞാൻ സെർവ് ചെയ്തുകൊണ്ട് ബ്ലെസനോട് പറയുന്നു, അത് എന്നോട് റിമൈൻഡ് ചെയ്യുന്നു. और मैं क्या कर रहा हूँ, मैं जब ब्लेसिंग की सेवा कर रहा हूँ तो मैं क्या कह रहा हूँ कि मेरे से भी बड़ा है ब्लेसिंग, मैं अपने अंदर भी उस बात को लेकर आ रहा हूँ. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, यीशु मसीह अपने चेलों से इस प्रकार നിങ്ങളുടെ कहते हैं, വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ तुम्हारा अगर तुम्हें अपने विश्वास को बढ़ाना നിങ്ങൾ है तो സെർവ് ചെയ്യുമ്പോൾ വിശ്വാസം तुम വർദ്ധിക്കും. सेवा करोगे तो विश्वास बढ़ेगा. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ ആമേ സ്തോത്ര ശിഷ്യന്മാരുടെ മനസ്സ് മുഴുവനും യേശു അവരുടെ മനസ്സിന്റെ ചിന്താഗതികളെല്ലാം പൊളിച്ച് കളഞ്ഞ് ആമേ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം നിങ്ങൾ ഒരുപക്ഷെ ആമേ സ്തോത്രം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് വിശ്വാസം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കർത്താവിനെ സേവിക്കുന്ന സ്ഥലത്ത് വിശ്വാസം വർദ്ധിക്കുന്നു. Praise जब the Lord. चेले अपने विश्वास को बढ़ाने की बात करने यीशु मसीह के पास आते हैं तो यीशु मसीह उन्हें सेवा करने की बात करते हैं कि सेवा करके उस विश्वास को बढ़ाने की बात करते हैं. വിശ്വാസം വളരുന്ന നിലമാണ് സേവ എന്ന് പറയുന്ന നിലം. विश्वास को किस प्रकार बढ़ा सकते हैं? वो सेवा के द्वारा. ശുശ്രൂഷ എന്നുള്ള നിലത്ത് വിശ്വാസം വർദ്ധിക്കുന്നു. सेवा के साथ वो विश्वास बढ़ता है. നമ്മൾ കർത്താവിനെ സെർവ് ചെയ്യുന്ന जब हम സമയത്ത്, परमेश्वर की सेवा करते हैं, നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് जब हम परमेश्वर की सेवा करते हैं വിശ്വാസം വളരുന്ന സ്ഥലമാണ്. तो विश्वास वहां पे बढ़ता है. Praise the Lord. Praise the Lord. വിശ്വാസം വളരുന്ന നിലമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. विश्वास कैसे बढ़ सकता है? उस सेवा के द्वारा. നമ്മുടെ കർത്താവിനെ നാം വാല്യുബിൾ ആയി കാണുമ്പോൾ, जब हम अपने परमेश्वर को एक कीमती रूप में देखते हैं, നമ്മുടെ കർത്താവിനെ നാം ഹാപ്പി ആക്കുമ്പോൾ, जब हम अपने परमेश्वर को खुश रखते നാം അവനെ हैं, സെർവ് ചെയ്യുകയാണ്. तब हम उनको उसकी सेवा करते हैं. ഞാൻ അവനെ സെർവ് ചെയ്യുന്ന സമയത്ത് मैं जब उसकी सेवा करता हूँ എന്റെ വിശ്വാസം വർദ്ധിക്കുന്നു. मेरा विश्वास वहां पे बढ़ रहा होता വിശ്വാസം വർദ്ധിക്കണോ? है. विश्वास की നമ്മുടെ കർത്താവിനെ നാം आवश्यकता സെർവ് है. ചെയ്യണം. विश्वास के बढ़ाने की आवश्यकता है परमेश्वर की सेवा करना. ഞാനും എന്റെ കുടുംബവുമോ मैं और अब मेरा परिवार ഞങ്ങളെ യഹോവയെ സേവിക്കും. परमेश्वर की सेवा करूंगे. Praise the Lord. Praise the Lord. അപ്പോൾ നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? Why we should serve God? हमें परमेश्वर की सेवा करने की आवश्यकता क्यों है? Not because he really needs your service. ये इसलिए नहीं कि वो तुम्हारी सेवा चाहता അവൻ है. ഈ സർവീസ് ഇല്ലാതെ അവനും അവന്റെ രാജ്യത്തിന് നിൽക്കാൻ വയ്യാത്തത് കൊണ്ടല്ല. तुम्हारी सेवा के बिना वो अपने राज में नहीं खड़ा हो सकता, ऐसा नहीं है. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം प्रेरितों के काम 17-ാം അധ്യായം उसका 25-ാമത്തെ വാക്യം. प्रेरितों के काम उसका 17वां अध्याय उसका അവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, वहां पे ऐसा लिखा താൻ है, എല്ലാവർക്കും ജീവശ്വാസവും സകലതും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. സ്തോത്രം. കാരണം ദൈവത്തിന് സകലതുമുണ്ട്. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവദൂതന്മാരുണ്ട്. ആ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൈകൊണ്ട് ശുശ്രൂഷ ആവശ്യമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. परमेश्वर के पास सब कुछ है. परमेश्वर की सेवा करने के लिए स्वर्गदूत है. हमारे पास है वो एक सेवा नहीं चाहते परमेश्वर. അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? लेकिन हम सेवा किस लिए कर रहे हैं? അത് എന്റെ വിശ്വാസ ജീവിതത്തിന് मैं വേണ്ടിയാ. अपने विश्वास के जीवन അത് ദൈവം അവിടെ നിൽക്കാൻ വേണ്ടിയല്ല, ദൈവം പോലെ നിൽക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്റെ ശുശ്രൂഷ, എന്റെ വിശ്വാസ ജീവിതത്തിൽ അത് ഞാൻ നിലനിന്നു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കർത്താവിനെ സേവിക്കണം. अपने विश्वास को बढ़ाने के लिए मुझे अपने परमेश्वर की सेवा करनी है. ഞാൻ എന്റെ കർത്താവിനെ ഹാപ്പി ആക്കണം. मैं अपने परमेश्वर को मुझे खुश रखना है. ഞാൻ എന്റെ കർത്താവിനോട് കൂടെ പോകുമ്പോൾ എന്റെ കൂടെ നടക്കുന്ന ഈ കർത്താവ് ആമേ തോന്നണം, അതെ ഞാനാണ് ഈ റിലേഷൻഷിപ്പിലെ വിലയുള്ളവനും നമ്മുടെ കർത്താവിന് തോന്നണം. जब मैं चलता हूँ, जब मैं अकेला जाता हूँ, ये विश्वास रखे कि परमेश्वर मेरे साथ है. നമ്മുടെ കർത്താവിനുമായിട്ടുള്ള നമ്മുടെ ഈ ജേണിയിൽ വില ആർക്കാ? നമുക്കാണോ വില? കർത്താവിനാണോ വില? हमारी ये जो यात्रा है परमेश्वर के साथ, ഇവിടെ ആരാ പൊങ്ങി നിൽക്കുന്നേ?
हमारी ये जो यात्रा है परमेश्वर के, इसमें बड़ा कौन है? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എപ്പോഴും വാല്യുബിളായി ഫീൽ ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. एक ऐसा व्यक्ति जिसे हमें पूरी महिमा देनी चाहिए, वो है हमारा അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കർത്താവിന് വാല്യൂ വരുന്നുണ്ടോ, അവൻ സ്പെഷ്യൽ ആകുന്നുണ്ടോ, അതിന് ആ ശുശ്രൂഷ എന്ന് വിളിക്കുന്നേ. तो हम ऐसी कोई भी बात, ऐसी कोई भी चीज जिसमें परमेश्वर की महिमा हो रही है, उसे सेवा कहते हैं. കാരണം ഈ കർത്താവിനെ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടേ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. अगर परमेश्वर की सेवा करनी है तो परमेश्वर से पाकर ही हम उसकी सेवा कर सकते हैं. നിങ്ങൾക്ക് ഒരാളെ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും തന്നതിന് ശേഷമല്ലേ ശുശ്രൂഷിക്കുന്നത്, അല്ലെ ആ വ്യക്തിയുടെ എന്തെങ്കിലും എടുത്തല്ലേ ശുശ്രൂഷിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ശുശ്രൂഷിക്കുക ചെയ്യുന്നത്. जब तुम एक दूसरे व्यक्ति की सेवा करते हो तो उसी की चीजों को लेकर नहीं तुम उसकी सेवा करते हो, बल्कि अपनी चीजों को उसके आगे रख के तुम उस दूसरे व्यक्ति की सेवा എന്നാൽ करते ഈ हो. ദൈവത്തെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിലേ നമുക്ക് അവനെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. लेकिन परमेश्वर की अगर सेवा हमें करनी है तो परमेश्वर से कुछ पाकर ही हम उसकी सेवा कर सकते 1 हैं. പത്രോസ് 4:11 ഒരു വാക്യം ഇങ്ങനെയുണ്ട്. पहला पत्रस उसका 4 का ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. यहाँ पे 1 Peter chapter 4 verses 11. यदि कोई बोले तो ऐसा बोले मानो परमेश्वर का वचन है, यदि कोई सेवा करे तो उस शक्ति से करे जो परमेश्वर देता है, जिससे सब बातों में यीशु मसीह के द्वारा परमेश्वर की महिमा प्रकट हो, और महिमा और साम्राज्य युगानुयुग उसी की है. അപ്പോൾ നമ്മുടെ വിശ്വാസം ആണ് നമ്മുടെ പ്രശ്നം. വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സെർവ് ചെയ്യണം. നമ്മൾ കർത്താവിനെ സെർവ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം ആവശ്യക്കാരനായിട്ടല്ല മറുവശത്ത് നിൽക്കുന്നത്, മറിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നാം കർത്താവിനെ സെർവ് ചെയ്യുക ചെയ്യുന്നത്. जब हम परमेश्वर की सेवा करते हैं तो परमेश्वर की उसकी जरूरत नहीं है, बल्कि क्या होता है कि हम परमेश्वर से पाकर और सेवा कर पाते हैं. അപ്പോൾ കർത്താവിനെ നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കാര്യങ്ങളും വെച്ച് നമുക്ക് കർത്താവിനെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. इसलिए अगर हमें परमेश्वर की सेवा करनी है तो परमेश्वर की बातों के द्वारा ही हम उसकी सेवा कर सकते हैं. അപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു മൂലം പിതാവിന് മഹത്വം വരും. तो जब हम परमेश्वर की सेवा करते हैं तो यीशु मसीह के द्वारा पिता को महिमा मिलती അപ്പോൾ है. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ശുശ്രൂഷയാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? इसी प्रकार हम ये समझ पाएंगे कि क्या हम सही में सेवा कर रहे हैं परमेश्वर की. നിങ്ങളുടെ ജോലി നിങ്ങൾക്കൊരു ശുശ്രൂഷയായി തീരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ആ ജോലിയിലൂടെ കർത്താവ് ഹാപ്പി ആകുന്നുണ്ട്. जब तुम नौकरी करते हो, क्या जब तुम नौकरी करते समय अगर तुम्हारे मन में ऐसा होना चाहिए कि तुम परमेश्वर की सेवा कर रहे हो, तो वो कैसे पता कर सकते हो? നിങ്ങൾ ജോലി ചെയ്യുന്നത് കണ്ട് യേശു ക്രിസ്തു ഒരു കസേരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറയും എന്റെ മകൻ ആ ജോലി ചെയ്യുന്നേ. तो जरा ऐसे सोच के देखो कि यीशु मसीह वहां पर कुर्सी पे बैठकर यीशु मसीह कह रहा है कि देखो मेरा बेटा वहां पर काम कर रहा എന്റെ है. കർത്താവ് സന്തോഷിക്കുന്ന മോഹം എന്റെ ജോലിയിലുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്നതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ശുശ്രൂഷ എന്ന് വിളിക്കാം. परमेश्वर को वो खुश होता है, वो चेहरा अगर मैं अपनी नौकरी के समय में देख सकता है तो वो एक सेवा है. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കല്ല വില, എന്റെ കർത്താവിന് ആ വിലയെങ്കിൽ അതിനെ നമുക്ക് ശുശ്രൂഷ എന്ന് വിളിക്കാം. ये काम करते समय अगर मेरी महिमा नहीं बल्कि परमेश्वर की महिमा हो रही है तो वो सेवा कह सकता हूं मैं उसे. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മഹത്വം എനിക്കല്ല ദൈവത്തിനാ പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് ശുശ്രൂഷ എന്ന് വിളിക്കാം. जब मैं काम कर रहा हो तो सारी महिमा अगर परमेश्वर को मिलती है उसे हम सेवा बुला सकते ഈ हैं. 3 കാര്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ശുശ്രൂഷ എന്ന് നമുക്ക് വിളിക്കാൻ ये പറ്റില്ല. तीनों चीजें अगर हमारे जीवन में नहीं है तो हम उसे ഇങ്ങനെ सेवा नहीं कह सकते. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ വളരുവാനിടയായി തീരുമെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. यहाँ पर ये परमेश्वर कह रहे हैं कि अगर हम इस प्रकार परमेश्वर की सेवा करेंगे तो हमारा विश्वास बढ़ेगा. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ സേവിക്കുന്ന സമയത്ത് परमेश्वर की सेवा करते समय നമ്മുടെ വിശ്വാസം വളരുകയാണ്. हमारा विश्वास बढ़ता है. നമ്മുടെ കർത്താവിന് മഹത്വം ചെയ്യാം. परमेश्वर की महिमा दो. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സെർവ് ചെയ്യുന്നതിന്റെ അവസാനം എൻ്റെ കർത്താവ് ഹാപ്പിയാണ്, അവൻ ജോയ്ഫുൾ ആണ്, അവൻ ഗ്ലോറിയസ് ആയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. सेवा के अंत में हमारा परमेश्वर बड़ा खुश है, वो बिल्कुल खुश उस महिमा में बैठा है वहां पर. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലൈ മുഴുവനും നമ്മുടെ ദൈവത്തിന്റെ സപ്ലൈയാ. तो जब परमेश्वर की सेवा करते समय जो कुछ भी हमारे पास है वो परमेश्वर का ही है. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്ത ഒന്നും വെച്ച് നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധ്യമാവുകയില്ല. परमेश्वर के पास से अगर परमेश्वर के पास के वाला कुछ भी नहीं हो तो हम परमेश्वर की सेवा नहीं അപ്പോൾ कर सकते. ദൈവം തന്ന ഒരു കാര്യം ഞാൻ എടുത്ത് ദൈവത്തെ സെർവ് ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം യാതൊരു രീതിയിലും സെർവ് ചെയ്യുന്ന വ്യക്തിക്കല്ല, അത് ആമേ സ്തോത്രം കർത്താവിന് തന്നെ അത് പോവുകയാ ചെയ്യുന്നത്. जब हम परमेश्वर से कुछ लेकर उसकी सेवा करते हैं तो सारी महिमा उस सेवा करने वाले को नहीं बल्कि सारी महिमा परमेश्वर को ही അതുകൊണ്ട് मिलती है. നമുക്ക് ഹ്യൂമൻ റിവാർഡ് നമുക്ക് ആവശ്യമില്ല. അവിടെ
इसीलिए हमें उस मनुष्य के उस रिवार्ड की जरूरत ആരും नहीं है। നമ്മളെ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. कोई हमें देख रहा है या नहीं उसकी आवश्यकता नहीं है। You did an awesome job എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. तुमने बड़ा ही अच्छा काम किया उसकी आवश्यकता नहीं है। കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മുഴുവൻ ശക്തിയും സപ്ലൈയും നമ്മുടെ ദൈവത്തിന്റെ സപ്ലൈ ആണ്. क्योंकि जो कुछ भी तुमने കർത്താവിനോട് കൂടെ സഹശുശ്രൂഷകന്മാരാണ്. इसलिए परमेश्वर कहता है कि हमारे साथ परमेश्वर के साथ हम एक सेवादार Our बने। God is working with us. हमारा परमेश्वर हमारे साथ काम कर रहा है। അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ വർക്ക് ചെയ്യുക ചെയ്യുന്നേ. हमारा परमेश्वर क्या होता है कि हमारे साथ काम कर रहा होता है। കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ജോലിയിലെല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ സഹപ്രവർത്തകനാണ്. परमेश्वर നമ്മുടെ കർത്താവിനെ ഹാപ്പി ആക്കുന്ന എല്ലാ ജോലിയിലും നമ്മുടെ കോവർക്കറാണ് നമ്മുടെ കർത്താവ്. परमेश्वर को खुश करने के लिए हम जो कुछ भी काम करते हैं परमेश्वर हमारे साथ वो काम कर रहा होता है। നമുക്ക് കർത്താവിനോടുകൂടെ നമുക്ക് നടക്കണോ, കുക്ക് ചെയ്യണോ, ജോലി ചെയ്യണോ, പഠിക്കണോ, നമ്മുടെ കർത്താവ് മറുപുറത്ത് ഹാപ്പിയാണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. कुछ भी काम करते समय, खाना बनाते समय, कहीं जाते समय, काम करते समय हमें ये चीज देखनी चाहिए कि क्या परमेश्वर खुश है। Praise the Lord. Praise the Lord. Amen. Hallelujah. Hallelujah. Amen. സ്തോത്രം. Hallelujah. നമ്മൾ കർത്താവിനെ സ്തോത്രം സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. परमेश्वर की सेवा करते समय इस बात को हम समझे। സ്തോത്രം. ആ കാര്യത്തിലോട്ടാണ് ഇനി അടുത്ത് വരുന്നത്. इस बात पे हम आगे जाएंगे। വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വിശ്വാസത്തെ നമ്മൾ പറയണം. तो पहली बात विश्वास को बढ़ाना है तो हमें उस विश्वास को രണ്ടാമത് കർത്താവിനെ നമ്മൾ സെർവ് ചെയ്യണം. दूसरी बात परमेश्वर की सेवा करनी है। We must serve God. दूसरी बात हमें परमेश्वर की ഞാൻ सेवा എൻ്റെ करनी है। പിതാവിനെ ഞാൻ എപ്പോഴും ഞാൻ ലുക്ക് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. मैं हमेशा अपने पिता को देखता हूँ। എൻ്റെ പിതാവിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്, പിതാവ് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച വ്യക്തികളാണ് സ്തോത്ര കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ പാസ്റ്ററായിട്ടിരിക്കുന്നതും സ്റ്റേജിൽ കൂടി ഓടി നടക്കുന്ന വ്യക്തികളെല്ലാം. मेरे पिता वो बाइबल स्कूल में गए तो मेरे पिता के साथ जो लोग पढ़े थे वो आज बड़े बड़े परमेश्वर के दास के रूप में आज कन्वेंशंस में बैठते हैं। എന്നാൽ എൻ്റെ പപ്പായുടെ ജോലി എന്ന് പറയുന്ന അല്ലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചോദിച്ചാൽ കോട്ടയത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് പാട്ടുപുസ്തകം വിൽക്കുക എന്നുള്ളതാണ്. लेकिन जब कोटयम नाम की जगह में जब कन्वेंशन हुआ करता था तो मेरे पिता क्या करते थे वो गाने की किताबों को बेचता था। അപ്പൊ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് പപ്പായുടെ 2 പെൺമക്കളാണെങ്കിൽ ഇംഗ്ലണ്ടില്, तो मैं ऐसा सोचा करता था कि परमेश्वर मेरे पिता की जो 2 बेटियां वो इंग्लैंड में ഒരാൾ കാനഡയിൽ, एक कनाडा में हूँ। പപ്പായ്ക്ക് ഇപ്പോഴെങ്കിലും ഈ പാട്ടുപുസ്തകം വിൽക്കുന്നത് നിർത്തി എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു നല്ല രീതി ചെയ്തുകൂടെ, എന്തെങ്കിലും ഒരു കമ്മിറ്റിയിലൊക്കെ ഒന്ന് കയറി പറ്റി എങ്ങനെയെങ്കിലും സ്തോത്രം കുറച്ചുകൂടെ 4 പേർ അറിയുന്ന രീതിയിൽ പ്രയോജനപ്പെട്ടുകൂടെ. तो मैं ऐसा सोचा करता कि मेरे पिता के 2 बच्चे इंग्लैंड में, एक बेटा कनाडा में है, लेकिन मैं ऐसा सोचता कि क्या मेरा पिता थोड़ा सा ऊपर नहीं जा सकता किसी एक कमेटी में या किसी एक प्रधान के रूप में। എന്നാൽ ഒരു കമ്മിറ്റിയിലും ഞാൻ എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല. लेकिन मैंने कभी भी अपने पिता को किसी भी कमेटी में ആരും नहीं അദ്ദേഹത്തെ देखा, സെലക്ട് ചെയ്തിട്ടുമില്ല. किसी ने उन्हें नहीं चुना। എന്നാൽ ഞാൻ ദർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ടുപുസ്തകം വിൽക്കുക എന്നുള്ള കാര്യമാണ്. लेकिन मैंने एक बात देखा कि वो उस गाने की किताबों को बेचते ഞാൻ थे। പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് സ്തോത്രം അദ്ദേഹത്തെ ആ സമയത്ത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് സെൽ ദ സോങ് ബുക്ക് 10 രൂപയ്ക്ക്. मैं पूरा विश्वास से कह सकता हूँ कि वहां पर परमेश्वर ने जो सेवा दी थी मेरे पिता को वो थी एक गाने की किताब। എന്റെ കൂടെ പഠിച്ച ആളാണ്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതെന്നൊന്നും അവിടെ ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ऐसी कोई बातचीत नहीं हो रही कि मेरे साथ जो मेरे साथ जिस व्यक्ति ने पढ़ा वो स्टेज में खड़ा है। മക്കൾക്ക് നാണക്കേടാകുമോ എന്നുള്ള പ്രശ്നമല്ല. मेरे बेटे को शर्मिंदगी का कारण बनेगा ऐसा कोई विषय അപ്പനെ नहीं है। സംബന്ധിച്ചിടത്തോളം അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പാട്ടുപുസ്തകം വിൽക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്തു. लेकिन उस पिता के लिए परमेश्वर ने जो सेवा दी है, परमेश्वर ने जो काम दिया है वो है उन गाने की किताब को बेचना। പക്ഷേ നമുക്കൊരു കാര്യം വേറെ രീതി ചിന്തിക്കാം. लेकिन हम एक और बात സ്റ്റേജിൽ ഒരാൾ നിന്ന് ഘോരം പ്രസംഗിക്കുകയാണ്, പക്ഷെ പുള്ളി കർത്താവിനെ ഹാപ്പി ആക്കുന്നില്ലല്ലോ, പുള്ളി കർത്താവിനെ ജോയ്ഫുൾ ആക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ അവസാനം ദൈവത്തിനല്ല മഹത്വമെങ്കിലോ സ്തോത്രം ഹല്ലേലൂയ, അദ്ദേഹം കർത്താവിനെ ശുശ്രൂഷിക്കുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെന്ന് പറയുമ്പോൾ സ്തോത്രം അവരുടെ എമൗണ്ട് ആൻഡ് ക്വാണ്ടിറ്റി അല്ല, ആര് കർത്താവിനെ ഹാപ്പി ആക്കുന്നു, അവൻ സില്ലി തിങ് ചെയ്യുന്നതെങ്കിലും അവനാണ് കർത്താവിനെ സേവിക്കുന്നവൻ. तो हम यहाँ पर ऐसा देख सकते हैं कि अगर कोई प्रचारक स्टेज पर खड़ा होकर पूरा जोर से प्रचार करे लेकिन अगर वो परमेश्वर को वो महिमा नहीं मिल रही तो उसमें उसका कोई भी लाभ नहीं है। അപ്പോൾ ഇത്രയും വലിയ കഷ്ടപ്പെട്ട ജോലി, അതായത് വെളിയിൽ നിന്ന് വന്നു, അദ്ദേഹം അരകെട്ടി ശുശ്രൂഷ ചെയ്തു, അദ്ദേഹത്തിന്റെ യജമാനന്റെ വയറെല്ലാം നിറഞ്ഞ് യജമാനൻ ഇങ്ങനെ സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് तो ये जो सेवक है सारा दिन काम करके वो वापस आया, कमर बांध कर उसने अपनी सेवा को अपने मालिक के लिए खाना बनाया और जब मालिक बिल्कुल पेट भरकर वहां पे जब बैठा होता है, യേശു അടുത്ത വാക്യം പറയുക, यीशु मसीह अगली बात कहते हैं। അതിങ്ങനെയാണ്, തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറവീൻ. तो
तो यहाँ पे यीशु मसीह कहते हैं कि ये सब कुछ करने के बाद Amen. Stotram. You can read verse 10. You can read verse 10. Luke chapter 17 verse 10. Praise the Lord. Hallelujah. Stotram. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ പറ്റുന്നത് ആമേൻ സ്തോത്രം 9ാമത്തെ വാക്യത്തിൽ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? तो यहाँ पर हम देख सकते हैं कि क्या उस दास का निहोरा मानेगा कि वह उससे उसी के काम जिसकी आज्ञा दी गई थी. Praise the Lord. Hallelujah. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, റോമാലേഖനം 11ാം അധ്യായം അതിന്റെ 35ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. रोमियो की किताब उसके 11वें अध्याय उसके 10वें वचन में लिखा है, उनकी നമുക്ക് അവന് മുൻപേ വല്ലതും കൊടുത്തിട്ട് who can get a reward by giving something to God. तो यहाँ रोमियो की किताब में ऐसा लगता है कि कौन उस इनाम को पा सकता है किसी चीज को देखकर. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിൽ നിന്ന് റിവാർഡ് പ്രാപിക്കുന്ന രീതി അല്ലെന്ന് യേശു പറയുക. परमेश्वर से सेवा परमेश्वर की सेवा करते हुए उस इनाम को पाना ही नहीं है सेवा. നമ്മുടെ ജീവിതകാലം മുഴുവനും ഈ കർത്താവിനെ സെർവ് ചെയ്തിട്ട് ഈ കർത്താവ് നമുക്ക് ഒരു താങ്ക് യു പോലും പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആമേ സ്തോത്രം പ്രയാസപ്പെടരുതെന്ന് യേശു പറയുക. तो यहाँ पे यीशु मसीह कहते हैं कि अब बेशक पूरी जिंदगी तुम बैठकर परमेश्वर की सेवा कर रहे होंगे, लेकिन परमेश्वर से एक धन्यवाद का अगर एक शब्द नहीं मिलता फिर भी तुम उसमें परेशान ना हो. എന്നാൽ ഇവിടെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം, ആമേൻ, ആ ദാസൻ ഒരു നന്ദി പോലും ഏറ്റവും അവസാനം കിട്ടുകയില്ല. तो यहाँ पे यीशु मसीह कहते हैं कि वो जो सेवक है, वो जो दास है, उसको अंत तक एक धन्यवाद के शब्द भी उसे नहीं मिलता. സ്തോത്രം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഡീലിംഗിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളോട് ആരോടും ദൈവം പറയില്ല താങ്ക്സ്. तो परमेश्वर किसी से नहीं कहेगा धन्यवाद ऐसे. ആമേൻ സ്തോത്രം. നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് കണ്ടതിനും പിടിച്ചതിനെല്ലാം താങ്ക്സ് പറയുന്നതാണ്. तो हम यहाँ ये जो देश है, हम हर किसी को थैंक यू बोलते हैं. എന്നാൽ കർത്താവ് നമ്മളോട് കൈ നന്നേ താങ്ക് യു എന്ന് പറയുകയല്ലെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. लेकिन परमेश्वर यहाँ पे ऐसा नहीं लिखा है कि परमेश्वर तुम्हें थैंक यू कहेगा. അതിനൊരു കാരണമുണ്ട്. इसका एक कारण है. ഇനി നിന്നോട് താങ്ക് യു പറയേണ്ട ആവശ്യമില്ല, എന്റെ കർത്താവിന് നൽകാൻ പറ്റിയ ഏറ്റവും വലുതിനെ നിനക്ക് നൽകി കഴിഞ്ഞു. क्यों इसका ये एक कारण है कि परमेश्वर तुम्हें एक थैंक यू दे, धन्यवाद बोलने की आवश्यकता नहीं. അവന്റെ ശരീരം നിനക്കായി നൽകി കഴിഞ്ഞു. परमेश्वर ने अपने शरीर को तुम्हारे लिए दिया. ഇനി നീ നിന്റെ ജീവിതം മുഴുവനും അവനോട് ശുശ്രൂഷ ചെയ്ത് അവന്റെ സന്നിധിയിൽ നിന്ന് ഒരു താങ്ക് യു പോലും കിട്ടിയില്ലെങ്കിൽ ആമേ സ്തോത്രം, ആ മനോഭാവത്തെ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക. तो परमेश्वर क्या कहता है कि ये अपनी पूरी जिंदगी परमेश्वर ने अपना सब कुछ दिया, अपना शरीर दिया, तो ये सब कुछ भूल के उसकी सेवा करने, ये परमेश्वर हमसे प्रतीक्षा നമ്മൾ रखता है. ഓരോ പ്രസംഗം പ്രസംഗിക്കുമ്പോഴും നമുക്ക് ആരെങ്കിലും താങ്ക് യു പറയണം. एक हम क्या सोचते हैं कि एक प्रचार जब हम करते हैं तो कोई हमें थैंक यू ഓരോ करे. പാട്ട് പാടുമ്പോഴും നമ്മളെ ആരെങ്കിലും താങ്ക് യു പറയണം. गाना गाते समय कोई हमें थैंक यू दे. ऐसा हम ഓരോ प्रतीक्षा ആരാധന करते हैं. കഴിയുമ്പോഴും നമ്മളെ ആരെങ്കിലും താങ്ക് യു പറയണം. आराधना लीड करते समय कोई हमें thank you ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ दे. ഡ്രെയിൻ ആയി പോകും. नहीं तो क्या होता है कि हम बड़े सूख जाते എന്നാൽ हैं. കർത്താവ് പറയും, എന്റെ നിന്ന് താങ്ക് യു പ്രതീക്ഷിക്കണ്ട. लेकिन परमेश्वर कहता है कि मेरे से कोई थैंक यू की प्रतीक्षा കാരണം ना നീ रखो. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്ന കാര്യം നീ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. इसका क्योंकि जो कुछ भी तुम कर रहे हो वो मेरे द्वारा दिया गया हुआ ഇനി है. നിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ഇതായിരിക്കണം, എന്നെ ഹാപ്പി ആക്കണം. और ये अब क्या होना चाहिए कि जो तुम जो करते हो वो मुझे खुश रखे. നിന്റെ ജീവൻ തന്നെ എന്റേതാണ്. तेरा जो जीवन है वो मेरा है. നിന്റെ പാട്ട് എന്റേതാണ്. तेरा गाना वो നിന്റെ मेरा ही है. പ്രസംഗം എന്റേതാണ്. तेरा प्रचार मेरा നിന്റെ है. കാലുകളുടെ ശക്തി എന്റേതാണ്. तेरे पैरों की जो शक्ति वो मेरा ही നിന്റെ है. പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയാ, എന്റെ കാര്യമാണ് അത്. तेरा जो प्रार्थना वो मेरा प्रार्थना, वो मेरी चीज है. നീ അത് ഉപയോഗിക്കണം. तू उसका इस्तेमाल कर. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു പ്രതീക്ഷിച്ചോണ്ടല്ല. वो थैंक यू की प्रतीक्षा ना करे. ആമേൻ. എന്റെ കർത്താവ്, ആമേൻ, അവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. मैं उसका कर्जदार हूं. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ 10ാമത്തെ വാക്യത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവീൻ. तो यहाँ पर यीशु मसीह उसके 17वें के 10वें वचन में लिखा है, इसी रीति से तुम भी जब उन कामों को कर चुके जिसकी आज्ञा तुम्हें दी गई तो कहे हम निकम्मे दास है कि जो हमें करना चाहिए वही था वही किया. ഞങ്ങൾ പ്രയോജനമില്ലാത്തവർ. हम बिल्कुल निकम्मे हैं. നമുക്ക് ആ ഒരു മനോഭാവം ഒന്ന് വരുത്താൻ പറ്റുമോ? क्या हम अपने अंदर उस भावना को लेकर आ सकते हैं? ഞങ്ങൾ പ്രയോജനമില്ലാത്തവർ. हम बिल्कुल ही निकम्मे हैं. വിശ്വാസം വളരാനുള്ള അടുത്ത കാര്യമാണ് പറയുന്നത്. ആ കാര്യം എന്ന് പറയുന്നത് ചെയ്യേണ്ടതേ നീ ചെയ്തിട്ടുള്ളൂ എന്ന് ദൈവസന്നിധിയിൽ പറയുമ്പോൾ നിന്റെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിച്ചു തരും. जब तुम ऐसा परमेश्वर के आगे ऐसा कहते हो कि मैं निकम्मा होता हूँ, तब परमेश्वर तुम्हारा കർത്താവിന് विश्वास വേണ്ടി ഞാൻ ഒത്തിരി ചെയ്തു എന്നല്ല പറയേണ്ടത്, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് നന്ദിയൊന്നും വേണ്ട കർത്താവേ എന്നുള്ള മനോഭാവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും.
ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള മനോഭാവമാണ്. हम ऐसा ना कहे कि मैंने परमेश्वर के लिए कितना कुछ किया, जितना हो सकता था उतना ही किया. ऐसा हम परमेश्वर के आगे कहें. ഹല്ലേലൂയ. Hallelujah. അപ്പൊ പ്രയോജനമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ലാഭമൊന്നും കിട്ടാത്ത കാര്യമാ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള ഈ കാര്യം. तो जब हम निकम्मे होने की बात करते हैं तो हम देख सकते हैं कि परमेश्वर को उससे कोई लाभ नहीं हो रहा. ആമേൻ. പ്രയോജനമില്ല എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ, അതായത് പ്രോഫിറ്റ് ഒന്നും ഈ ഡീലിംഗിൽ ദൈവത്തിന് കിട്ടുന്നില്ല. तो यहाँ पर हम देख सकते हैं हम बिल्कुल निकम्मे हैं, परमेश्वर को उससे कोई लाभ नहीं हो പക്ഷേ रहा. അനുസരണം കെട്ടവൻ എന്നല്ല ഇവിടെ പറയുന്നത്. लेकिन यहाँ पे अनाज्ञाकारी की बात नहीं हो रही. പ്രൈസ് ദി ലോർഡ്. അനുസരണം കെട്ടവൻ എന്നല്ല പറയുന്നത്. यहाँ पे अनाज्ञाकारी होने की बात കാരണം नहीं कर रही. അനുസരണം എന്ന് പറയുന്നത് അത് എപ്പോഴും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഒരു താലന്ത് തന്നാൽ അതിനെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്ത് അതിനെ ഉപയോഗിച്ച് വളർത്തണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സോ വി നീഡ് ടു ബി ഒബീഡിയന്റ്, ബട്ട് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് വി ആർ നോട്ട് ബ്രിങ്ങിങ് ഇൻ എനി പ്രോഫിറ്റ് ടു ദ കിങ്ഡം. परमेश्वर के आगे हमें आज्ञाकारी होने की आवश्यकता है, लेकिन इस विषय में, एक विश्वास के विषय में हमें कोई लाभ नहीं हो रहा परमेश्वर को हमसे. Because we don't bring anything up from our own pocket to the kingdom. क्योंकि हम खुद के जेब से कुछ भी परमेश्वर के आगे नहीं നമ്മൾ करते. കർത്താവിന് വേണ്ടി ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന സകലതും കർത്താവിന്റെ വകയാണ്. ये सब कुछ जो परमेश्वर ने हमें दिया है यहाँ पर, ये हमारी कुछ भी नहीं, सब कुछ परमेश्वर का പ്രൈസ് ही ദി है. ലോർഡ്. Praise the നമ്മൾ Lord. ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് हम इस देश में रहते हुए നമ്മൾ നല്ല ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയരുത് ഈ മഞ്ഞത്ത് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയ ഡോളറാണെന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. हम यहाँ पर कभी भी ऐसा ना कहे कि ये इस देश में काम मेहनत करते हुए इतनी मेहनत की है, लेकिन कुछ भी मुझे ये थोड़े से पैसे मिले, ऐसा कभी ना कहे. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വന്ന് നമ്മൾ പറയരുത് ഞാൻ ഓടിക്കുന്ന വണ്ടി എന്തുവാ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലെ ഈ ഭവനം, ഈ കുടുംബം ഇതെല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ട, എന്ത് കഷ്ടപ്പെട്ട, ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനോഭാവം എന്ന് പറയേണ്ടത് ദൈവമേ ഞാൻ ചെയ്യേണ്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇതിനകത്ത് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. जब हम यहाँ पे गाड़ी चलाते हैं, जब हम यहाँ पे घर लेते हैं, तो हम कभी भी ऐसा ना कहे कि मेरी मेहनत की वजह से या मेरे काम की वजह से ऐसा हुआ, सारी महिमा परमेश्वर को दे क्योंकि हम निकम्मे हैं. ഈ മനോഭാവം നമുക്കുണ്ടോ? क्या ये भावना हमारे अंदर है? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം നമ്മുടെ സ്വന്തം സൗന്ദര്യത്തിലും നമ്മുടെ സ്വന്തം കഴിവിലൊക്കെ എത്രയും അഡ്മയറാകുന്ന ആൾക്കാരാണ്. എന്നാൽ കർത്താവ് പറയും അതൊക്കെ ഒന്ന് നിർത്തി നിന്റെ ജീവിതത്തിൽ ദൈവനാമത്തിന് മഹത്വം വരുന്ന കാര്യങ്ങൾ ഉണ്ടാകട്ടെ, അപ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നത് നിനക്ക് കാണാം. ऐसा कितनी बार होता है कि हम अपने ऊपर विश्वास रखते हैं, अपने ऊपर निर्भर होते हैं, लेकिन परमेश्वर यहाँ पे कह रहे हैं कि सारी आदर और महिमा उसी को दो, तब तुम्हारा विश्वास बढ़ेगा. നമ്മൾ കർത്താവിനെ സെർവ് ചെയ്യുന്ന സമയത്ത് परमेश्वर की सेवा करते समय മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടാകും. मनुष्यों को उसका उपयोग होगा. മറ്റുള്ള ഒരാൾക്കൊരു റൈഡ് കിട്ടും, दूसरे को एक राइड मिलेगी. അവരുടെ തണുപ്പ് വെളിയിൽ നിൽക്കേണ്ട ആ ഒരു സമയം കുറഞ്ഞു കിട്ടും. ठंड में बाहर खड़े रहने का वो जो समय थोड़ा कम होगा. അവർക്ക് അവരുടെ ഉദരത്തിൽ ഭക്ഷണം നിനക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യമായി തീരും. हो सकता है कि तुम उसको कुछ खाना दे रहे हो उसका पेट भरने के लिए. നിനക്ക് മനുഷ്യർക്ക് പ്രയോജനമുള്ളവനായി തീരുവാൻ നിനക്ക് സാധ്യമായി തീരും. एक दूसरे व्यक्ति के एक प्रयोग होने का प्रयोग हो पाओगे तुम. But in terms of sharing the profit, लेकिन एक लाभ को बांटने के समय ലാഭം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നീ എന്തായിരിക്കുന്നു അത് മുഴുവനും എൻ്റെ കർത്താവിന്റെ ദാനമാ, അതുകൊണ്ട് നീ ചെയ്യുന്ന സകലതും നിന്റെ ഡ്യൂട്ടിയാണ്, അത് നീ ചെയ്തേ പറ്റുകയുള്ളൂ. लेकिन जब हम अपने लाभों को देखते, जब हम अपने आशयों को देखते, तो सारी महिमा परमेश्वर को दे. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ ചിലരോട് നമുക്ക് മനുഷ്യരോട് പറയാൻ പറ്റും, ബ്ലസനെ നീ അത് ചെയ്തേ പറ്റൂ, ഞാൻ നിനക്ക് അത് ഇത് ചെയ്തതാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. तो हम मनुष्यों को कह सकते हैं कि ब्लेसन मैंने तुम्हारे लिए किया तो तुझे ये करना ही पड़ेगा. നിനക്ക് വിശന്ന സമയത്ത് ഞാൻ ഭക്ഷണം മേടിച്ചു തന്നതാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രയാസമാണ്, ബ്ലസൻ എനിക്ക് ഭക്ഷണം മേടിച്ചു തരണമെന്ന് എനിക്ക് ബ്ലസനോട് എനിക്ക് പറയാൻ പറ്റും. मैं ब्लेसन को कह सकता हूँ कि जब मैं भूखा था, जब तू भूखा था तब मैंने तुझे खाना दिया, और अब मेरे परेशानी के समय में तू मेरे लिए कर. എന്നാൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ ശുശ്രൂഷ വെച്ച് ബാർഗെയിൻ ചെയ്യാൻ പറ്റിയല്ല. लेकिन अब परमेश्वर के आगे हम മനസ്സിലാകുന്നുണ്ടോ? नहीं कर सकते. परमेश्वर നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് വെച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റിയല്ല. परमेश्वर के आगे हम बार्गेन नहीं कर सकते. എന്റെ കർത്താവ് നൽകിയതെല്ലാം അവന്റെ ദാനമാണ്. ये सब कुछ उसी का दान അപ്പൊ है. കർത്താവ് പറയാം നിങ്ങളുടെ വിശ്വാസം ഒന്ന് വളർന്ന് ആമേ സ്തോത്രം അസാധ്യമായ കാര്യങ്ങളുടെ മേൽ ആമേ നിങ്ങൾക്ക് ആമേ സ്തോത്ര സാധ്യമായി നടന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. तो परमेश्वर यहाँ पे सिखा रहे हैं कि विश्वास को बढ़ाकर अगर असंभव कामों चीजों को संभव करना है तो 3 चीजों की आवश्यकता है. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ആ
ചെറിയ വിശ്വാസത്തെ നിങ്ങൾ പറഞ്ഞു ഉപയോഗിക്കുവാൻ പഠിക്കണം. पहली बात वो जो छोटा सा विश्वास है उसे बोल कर उसका इस्तेमाल करें. വിശ്വാസം പറയാനുള്ളതാണ്. विश्वास को बोलने की आवश्यकता है. രണ്ടാമതായി നിങ്ങൾ എന്നെ സെർവ് ചെയ്യണം. दूसरी बात तुम मेरी सेवा करो. എന്നെ ഹാപ്പി ആക്കണം. मुझे खुश रखो. എന്നെ ഹാപ്പി ആക്കണം. मुझे खुश करो. ആമേൻ സ്തോത്രം. നമ്മുടെ യേശു കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ എടുക്കുന്നത്? മേക്ക് മീ ഹാപ്പി എന്ന് യേശു ഇവിടെ വെച്ച് പറയുകയാണ്. यीशु मसीह यहाँ पर होते हुए तुम्हें कह रहे हैं कि तुम मुझे खुश മേക്ക് മീ ജോയ്ഫുൾ. मुझे आनंदित करो. നിന്റെ ശബ്ദം എനിക്ക് സന്തോഷമുള്ളതായി തീരട്ടെ. तेरी जो आवाज है वो मेरे लिए നിന്റെ खुशी का സംസാരം कारण എന്നെ बने. ഹാപ്പി ആക്കട്ടെ. तो जो बातचीत करते हो वो मेरे लिए खुशी का कारण बने. എനിക്ക് മഹത്വം ഉണ്ടാകട്ടെ. मेरी महिमा हो. പ്രൈസ് ദി ലോർഡ്. എന്നെ നീ സെർവ് ചെയ്യ്. मेरी सेवा करो तुम. നിനക്ക് കർത്താവിനെ സെർവ് ചെയ്യാൻ പറ്റുമോ? क्या तुम परमेश्वर की सेवा कर सकते हो? സെർവ് ചെയ്യാൻ പറ്റുമോ? क्या सेवा कर सकते हो तुम പ്രൈസ് ദി परमेश्वर ലോർഡ്. ഹല്ലേലൂയ. की? हालेलुया. അടുത്തത് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ചെയ്യേണ്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. आखिरी बात हमारा जो एटीट्यूड है, जो कुछ मैं कर सकता था वही मैंने किया. നീയാ എനിക്ക് സകലതും തന്നത്. क्योंकि तूने ही मुझे सब कुछ അങ്ങ് दिया. തന്ന ഈ സകലതും വെച്ച് ഞാൻ നിന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ എൻ്റെ കർത്താവേ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം അത് വളരും, വർദ്ധിക്കും. അവിടെ ദൈവത്തിന്റെ മഹത്വം അത് വെളിപ്പെടും. जब हम ऐसा कहते हैं कि परमेश्वर जो कुछ भी तूने मुझे दिया मैंने उसी से तेरी सेवा की, तो वहां पे हमारा विश्वास बढ़ता है. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യത്യാസം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. अगर तुम अपने विश्वास की उस जिंदगी में अगर एक बदलाव लाना चाहते हो तो परमेश्वर की उपस्थिति में खड़े हो जाओ. നാവ് തുറന്ന് നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാൻ പറ്റും. എല്ലാവർക്കും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നാവ് തുറന്ന് നിങ്ങളുടെ ആ എന്ത് പ്രശ്നമാണെങ്കിലും അതിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കുവാൻ പറ്റുമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു സമയം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എക്സസൈസ് ചെയ്യുവാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ ആമേൻ നിങ്ങൾ തന്നെ നടുനിഴക്കിടണ. ആമേൻ എന്നാൽ വിശ്വാസത്തോടുകൂടെ ആ പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുക. ഇന്ന് രാത്രിയിൽ തന്നെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ നിന്റെ കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി ആമേൻ സ്തോത്രം. ആ പ്രശ്നത്തോട് പറ, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കൽ കൂടെ വരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇത്തവണ ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഞാൻ വരുന്നത് ആമേൻ സ്തോത്രം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനോട് കൂടെ ഞാൻ നിന്റെ അടുത്ത് വരികയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധ്യമായി തീരും? അങ്ങനെയെങ്കിൽ നാവ് തുറന്ന് ഇന്ന് രാത്രി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. നാവ് തുറന്ന് സംസാരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്നിവിടെ സ്പിരിച്വൽ എക്സസൈസ് ചെയ്യുവാൻ പോവുകയാണ്. എല്ലാ നാവും തുറന്ന് അല്പസമയം കർത്താവിനെ ആരാധിക്കട്ടെ. എല്ലാ നാവും തുറന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന്റെ നടുവിൽ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടെ ആമേൻ വരുവാനായി ആമേൻ സ്തോത്രം. ഇന്ന് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. നാവിനെ തുറക്കുക. അത് ഏത് വലിയ രോഗമാണെങ്കിലും, ഏത് വലിയ കടഭാരമാണെങ്കിലും, ഏത് വലിയ ആത്മീയ ശോഷണ അവസ്ഥകളാണെങ്കിലും ഇന്ന് നീ പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വരുന്നു. യേശുവിന്റെ നാമത്തിൽ വരുന്നു. എന്റെ വിമാനം ചെറിയ വിമാനമായിരിക്കാം. ഹല്ലേലൂയ. കടുകുമണി പോലെയുള്ള ഒരു ചെറിയ വിശ്വാസമായിരിക്കാം. ആമേൻ. എന്നാൽ ഞാൻ അതിനെ ഓർത്ത് ബോധർ ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ അതിനെ പറപ്പിക്കുവാൻ തീരുമാനിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ദൈവം ചില വഴികൾ തുറക്കുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ നാവിനെ തുറന്ന് പറ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും നാവിനെ തുറന്ന് ആമേൻ സ്തോത്രം. റിയൽ ആയിട്ട് യാഥാർത്ഥ്യമായി ആമേൻ ചില അവസ്ഥകളോട് നീ പറ. ആമേൻ സ്തോത്രം. ഇത്രയും വലിയ വിശ്വാസം എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം തന്നിട്ടും അതിനെ എടുത്തുപയോഗിക്കുവാൻ കഴിവില്ലാതെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പദ്ധതികളെ അറിയുവാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു നല്ല ദൈവ പൈതൽ തീരുവാൻ എന്റെ നാവ് തുറന്ന് ഞാൻ ഈ സമയം വിശ്വാസം പറയുന്നു. ആമേൻ. കർത്താവിനെ സെർവ് ചെയ്യുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമേൻ. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാൻ പറ്റുമോ? അത് എന്റെ കർത്താവിന്റെ ജീവിതം കൊണ്ട് ആമേൻ സന്തോഷിക്കണം. എന്റെ കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിക്കണം. എന്റെ കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് ഹാപ്പി ആകണം. എന്റെ കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് ആമേൻ വാല്യുബിളായി തീരണം. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് മഹത്വപ്പെടണം. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി പറ, എന്റെ ഈ ജീവിതത്തെ ഞാൻ നൽകുകയാണ്. Hallelujah, hallelujah, praise the Lord. ആമേൻ. മൂന്നാമത്തെ ഒരു മനോഭാവ പ്രശ്നമാ. ആ മനോഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയാൻ പറ്റുമോ? എന്റെ കർത്താവ് എനിക്ക് തന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു താങ്ക് യു പോലും എന്നോട് എന്റെ ദൈവം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ താങ്ക് യു മാത്രമല്ല, അതിലധികമായി എന്റെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ
Praise the Lord. എന്റെ ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. Praise the Lord. ആ കരങ്ങളെ ദൈവത്തിലേക്ക് ഒന്ന് ഉയർത്തി. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. എൻ്റെ വിശ്വാസത്തെ ആമേൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞ് വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി എൻ്റെ ഉള്ളിൽ പകർന്നിട്ടുള്ള ഈ വിശ്വാസത്തെ, ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ ആമേൻ ഒരു ആത്മ നിറവെനിക്ക് നൽകണമേ. ആ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ പതറി പോകുന്നു, എന്നാൽ എൻ്റെ വിശ്വാസം പറയുവാനുള്ള ദൈവശക്തി എനിക്ക് നൽകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. We worship you God. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം നീതിക്കായി കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോ